replicas. എനിക്ക് ആവാൻ കഴിയാത്തത് നീ ആവണം. ഞാൻ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ച ആളാണ്, നീ എഞ്ചിനീയർ ആവണം. ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ആളാണ്, നീ ഡോക്ടർ. നടക്കില്ല. ഓരോരുത്തരുടെ കപ്പാസിറ്റി വേറെയാണ്, പാത്രത വേറെയാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ക്ഷമത വേറെയാണ്. തിരിച്ചറിയണം. ചിലപ്പോൾ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ടു മെനി കമ്പാരിസൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ആളെ കണ്ടുപിടിക്കുക, അന്ന ആളെ കണ്ടുപിടിക്കുക, അയാളെ പോലെ നിൽക്കായിക്കൂടെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നോട്ട് എനഫ് ഇന്ററാക്ഷൻ. കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാ ദിവസവും കുട്ടികളായിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്ന എത്ര രക്ഷിതാക്കളുണ്ട് ഇവിടെ? യെസ്, ഗുഡ്. സംസാരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് ദം നോ. അവരെ അറിയണം എന്ത് വേണം, നമ്മൾ കൂടിയുണ്ട് എന്നുള്ളത്. ചിലപ്പോ നമുക്ക് പ്രത്യക്ഷത്തിലൊരു പ്രശ്നം തോന്നില്ല, പക്ഷെ ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അറിയോ, ഓക്കെ, എന്തെങ്കിലും അച്ഛന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ എന്നുള്ളത് ഒന്ന് ചോദിച്ചാൽ മതി, ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ മതി. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മളോട് പറയില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ ചോദിക്കും, നിനക്ക് ഇത് എന്നോട് മുന്നേ പറയാനില്ല എന്നുള്ളത്, അല്ലെ? നമ്മൾ അവൈലബിൾ ആയിരുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. പക്ഷെ ഈ കാരണങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? കാരണം ഇതൊന്നും നമുക്ക് സമയമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പ്രധാന കാരണം വേറൊന്നുമില്ല. രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ വർക്ക് സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ടെൻഷനാണ് ജോലിയെ സംബന്ധിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് എന്ത്? EMI. ഈ മാസത്തെ EMIയുടെ അടവ്. കാരണം ഇത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചായ കുടിക്കുമ്പോൾ വരെ, ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നമ്മൾ ആലോചിക്കുന്നത് ഈ മാസത്തെ EMI എങ്ങനെ അടച്ചു തീർക്കുന്നതാണ്. ടെൻഷനാണ്. ഈ സമയത്ത് ചിലപ്പോ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ ഒരാളോട് കണ്ടാൽ ചിരിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുക. ആൻഡ് ലാക്ക് ഓഫ് പേഴ്സണൽ സ്പേസ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഇല്ല. കാരണം അവരെ സംബന്ധിച്ച് എന്താണ്, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, മക്കളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അച്ഛനമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് സ്വന്തമായിട്ട് വളരാനോ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനായിട്ടൊരു സ്പേസ് ഇല്ല. ഇത് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ്. ആൻഡ് നോ ടൈം ഫോർ എനിത്തിങ്. ഒന്നിനും സമയമില്ല. ഈഗോ. ഞാൻ എന്തിനാ മിണ്ടുന്നത്, അവര് മിണ്ടട്ടെ. ഞാനല്ല അച്ഛൻ, പിള്ളേരും മിണ്ടട്ടെ. ഞാൻ അവന്റെ അമ്മയല്ലേ, അവള് വന്ന് മിണ്ടട്ടെ. പിള്ളേര് വിചാരിക്കും എന്റെ ഇഷ്ടപ്രകാരം എന്നല്ല എന്നെ ഉണ്ടാക്കി, അവര് വന്ന് മിണ്ടട്ടെ. ഞാൻ ആദ്യമൊക്കെ പറയാറുള്ള ഏറ്റവും വലിയ ആർഗ്യുമെന്റ് ആയിരുന്നു, അതേ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നേ, ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരല്ലേ. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള ഈഗോ. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നത് എവിടെയാന്ന് അറിയാം? നമ്മുടെ ഹാപ്പിനെസ്. ഇതൊക്കെ കൂടി വരുമ്പോഴാണ് നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതെയാവും. ആ ഹാപ്പിനെസ് നമുക്കില്ലാതെ ചെയ്യാൻ നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കില്ല. ഇത് കുട്ടികൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് തിരിച്ചു തരാൻ സാധിക്കില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇതിനെ മാറ്റാൻ ഒറ്റൊരു വഴിയുള്ളൂ. ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവണമെങ്കിൽ എന്ത് വേണം? സമയം കണ്ടെത്തണം. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഫോക്കസ്, അവരെ ഫോക്കസ് ചെയ്യണം. മണി ഫ്രീഡം വേണം. ഇമ്പോർട്ടന്റ്ലി സ്പേസ് വേണം. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പും വളരൂ. ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയില്ല, ലോകത്തിലെ ഒരേ ഒരു പരിഹാരം അതാണ് RCM. കാരണം RCM എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ ബിസിനസ്. കാരണം ഒന്നുമല്ല, ഇറ്റ്സ് എ ബിസിനസ് ഓഫ് റിലേഷൻഷിപ്പ്. അച്ഛൻ അമ്മയായിട്ട്, അമ്മ മകനായിട്ട്, അച്ഛൻ മകനായിട്ട്, അച്ഛൻ മകളായിട്ട്, മകൾ അച്ഛനായിട്ട്, അതേപോലെ തന്നെ ബന്ധുക്കളായിട്ട്, കൂട്ടുകാരായിട്ട്, സഹപ്രവർത്തകരായിട്ട്. ഇതെല്ലാം ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. ഞാനും നമ്മുടെ സുഭാഷ് പേരാവൂർ സാറ്, വിനോദൻ സാറൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. ശരിയല്ലേ? ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും നല്ലതായതുകൊണ്ടാണ് അവർ വിളിച്ചതും ഞാൻ വന്നതും. ദിസ് ഈസ് എ ബിസിനസ് ഓഫ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് വീട്ടിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ രക്ഷിതാക്കളും മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയാലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഇതിന്റെ ഫോക്കസ് കറക്റ്റ് ആയിട്ട് ഉൾക്കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റം ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം ഇത് പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി ഞാനാണ്. കാരണം 14 കൊല്ലം ഈ സിസ്റ്റത്തെ എതിർത്ത ആളാണ് ഞാൻ. 14 കൊല്ലം ഈ സിസ്റ്റത്തെ വേണ്ടാന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ കാലം വീണ്ടും എന്നെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അതിലൂടെ ഒരുപാട് പേർക്ക് ഈ സിസ്റ്റത്തിലേക്ക് വരാൻ സാധിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു? ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ റീസൺ ബിഹൈൻഡ് മൈ സക്സസ്. എന്റെ സക്സസ്, ഞാൻ 2ാം ക്ലാസ്സിൽ എസ്സേ തന്നപ്പോ എന്റെ അച്ഛനും അമ്മയാണ് ഹീറോ എന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഇന്ന് വരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തിരിച്ച് പറയിപ്പിക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് RCM. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തന്നെ തുടങ്ങാം.
എന്റെ അച്ഛൻ ഡോക്ടർ രാജൻ പുലാപ്പള്ളി, അമ്മ പ്രിയ കെ രാജൻ. ഇവരാണ് അന്നും ഇന്നും എന്നും എന്റെ റോൾ മോഡൽസ്. അതിനിടയിൽ സൽമാൻ ഖാൻ വന്നുപോയി, ഷാറുഖ് ഖാൻ വന്നുപോയി, അമിതാഭ് ബച്ചൻ വന്നുപോയി, ഋത്തിക് റോഷൻ വന്നുപോയി, വിക്കി കൗശൽ വരെ വന്നുപോയി. പക്ഷേ ഇവര് രണ്ടുപേരും കോൺസ്റ്റന്റ് ആണ്. അവര് നിലനിന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തികൾ എന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിരുന്നു. അവരുടെ പ്രവർത്തികൾ കണ്ടു വളർന്നുകൊണ്ട് എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളോട് ഇത്ര സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് തുറക്കുന്നുണ്ട്. അതിലെല്ലാത്തിനും പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വവും അതിന്റെ എല്ലാ ക്രെഡിറ്റും ഗോസ് ടു മൈ പാരന്റ്സ്, മൈ ഹീറോസ്, ഡോക്ടർ രാജൻ. ഓക്കെ, ഇനി എന്തുകൊണ്ട് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഫ്ലെക്സിബിലിറ്റി. കാരണം ഈ ബിസിനസ് തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം. ഞാൻ ഇന്ന് ബിസിനസ് ചെയ്യാനൊരു മൂഡിലൊന്നല്ല. ഞാൻ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് ഇന്ന് ആർസ്യം ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഓട്ടോക്കാരനോട് പറയാം. ആ പറയുന്ന നിമിഷം തൊട്ട് എന്തായി, ഈ ബിസിനസ് സ്റ്റാർട്ടായി. ഞാനൊരു ജോലിക്കാണ് പോകുന്നെങ്കിൽ ഞാൻ 6 മണിക്ക് എണീക്കണം, പല്ല് തേക്കണം, കുളിക്കണം, 7 മണിക്കുള്ളിൽ റെഡി ആയിട്ട് ബസ് കയറി ഞാനൊരു 8:30 ആകുമ്പോഴേക്ക് ഓഫീസിലെത്തി പഞ്ചിങ് ചെയ്ത് അവിടെ ഇരുന്ന് ബോസിനെ പോയി കണ്ട് വെൽക്കം പറഞ്ഞ് പണിക്ക് ഇരിക്കണം. എത്ര മണി വരെ? 4:30 വരെ ഇരിക്കണം. പക്ഷെ ആർസ്യം ബിസിനസ്സിൽ നിങ്ങൾ എപ്പോ വിചാരിക്കുന്നു വർക്ക് ചെയ്യണം, അപ്പൊ വർക്ക് ചെയ്താൽ മതി. ഇന്ന് എനിക്ക് ഓഫ് എടുക്കണോ? ഓഫ് എടുക്കാം. ഇന്ന് 1:30 മീറ്റിംഗ് കഴിയും, അത് കഴിഞ്ഞാൽ ഞാൻ എന്താ ഫ്രീയാ. എനിക്ക് ഇന്ന് പണിക്കൊന്നും പോണ്ട, ഞാൻ ഫ്രീയാ. എന്റെ സമയം എവിടെ കൊടുക്കണം, എപ്പോ കൊടുക്കണം, എപ്പോ പണിയെടുക്കണം തീരുമാനിക്കുന്നത് ഞാൻ. ഐ ആം മൈ അൾട്ടിമേറ്റ് ബോസ്. ആ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ അച്ഛനെ ഉദാഹരണമാക്കിയിട്ട് പറയാണ്. എന്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അദ്ദേഹം 19ാമത്തെ വയസ്സിലാണ് എയർഫോഴ്സിൽ കയറുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ദേശസേവനത്തിന് വേണ്ടി കയറിയതൊന്നുമില്ല. പക്ഷെ വീട്ടിലെ 2 അറ്റം കൂടി കൂട്ടിമുട്ടണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് റെപ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എയർഫോഴ്സിൽ കയറി. 2006 അത് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ NIC അധ്യാപകനായിട്ടാണ് ജോയിൻ ചെയ്തത്. മാസം വരുമാനം 6000 രൂപ. ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇവരെല്ലാവരും നോക്കണം എത്ര രൂപ കൊണ്ട്? 6000 രൂപ കൊണ്ട്. പെൻഷൻ ഒരു 4300 രൂപ കിട്ടും. എല്ലാം കൂടിയ 10,000 താഴെ വരുള്ളൂ. ഇത് വെച്ചിട്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാദൃശികമായിട്ട് ആർസിഎമ്മിനെ കണ്ടുമുട്ടിയപ്പോൾ ഇന്ന് ഈ കാണുന്ന വ്യക്തിയിൽ നിന്ന് ഈ കാണുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു. അത് ആർസിഎം കൊടുത്ത ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓപ്പൺ ഓഫേഴ്സ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. NICയിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെ പ്രൊമോട്ട് ചെയ്തു. ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചു. അതിലൂടെ NICയുടെ ഒപ്പം തന്നെ എന്ന് വരുമാനം വന്നോ അന്ന് ആ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് ആർസിഎമ്മിലേക്ക് ഇറങ്ങി. ഇന്ന് എപ്പോ അദ്ദേഹം വർക്ക് ചെയ്യണം, എപ്പോ വർക്ക് ചെയ്യേണ്ട തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. ഇന്ന് ഓഫാണ്, ഇന്ന് ഒരു കുഴപ്പമില്ല, ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മഴ കണ്ടിട്ട് ജോലിക്ക് പോവാതിരിക്കാൻ തോന്നുന്ന എത്ര പേരുണ്ടാവും? എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, പോവാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വിപ്രോയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശനി ഞായർ ദിവസം ഞങ്ങൾക്ക് IT മേഖലയിൽ ഇല്ല, ലീവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്നിട്ട് ഞായറാഴ്ച രാത്രി ഞാൻ വിളിച്ച് പറയും മാനേജറിനെ, സാറേ എനിക്ക് വയറിളക്കാന്ന് പറയും. ബാക്കി എന്ത് പറഞ്ഞാലും ആള് പറയും വന്നോളം പറയും. പനിയാണെങ്കിൽ വന്നോളം പറയും, ചുമയാണെങ്കിൽ വന്നോളം പറയും, ബാക്കി എന്താണെങ്കിലും പറയും. വയറിളക്കാണെങ്കിൽ പിന്നെ വരാൻ നിവൃത്തിയില്ലല്ലോ. 2-3 വട്ടം ഞാൻ പറഞ്ഞു നോക്കി. 4ാമത്തെ വട്ടം അയാൾ പറഞ്ഞ് ചിരട്ട വിഴുങ്ങിയാൽ മതി. ചിരട്ട വിഴുങ്ങിയിട്ടാണെങ്കിലും നീ ഇന്ന് രാവിലെ ഇവിടെ എത്തി. സ്ഥിരം പരിപാടിയാണ്, മനസ്സിലായില്ലേ? അപ്പോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പണിയെടുക്കാനൊന്നും തോന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, പണി ചെയ്തേ പറ്റൂ. നമ്മളെ സംബന്ധിച്ച് എന്താ? നമ്മളെ സംബന്ധിച്ച് എവിടെ ഒരാളെ കിട്ടുന്നു അവിടെ ആർസ്യം സ്റ്റാർട്ട് ആവും. ട്രെയിനിൽ ഒരാളെ കണ്ടുമുട്ടി ആർസ്യം സ്റ്റാർട്ടായി. ഓട്ടോറിക്ഷയിൽ ഒരാളെ കണ്ടുമുട്ടി ആർസ്യം സ്റ്റാർട്ടായി. വീട്ടിൽ പോണ വഴിക്ക് പലചരക്കടയിൽ മേടിക്കാൻ നിൽക്കുകയാണ്, ഒരാളെ കണ്ടുമുട്ടി ആർസ്യം സ്റ്റാർട്ടായി. ഞാൻ ഇന്ന് രാവിലെ ഞാൻ തലശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞാനൊരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാ ചോദിച്ചു. ആൾ എനിക്ക് കാണിച്ചു. ഞാൻ ചേട്ടാ ഇവിടുന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇന്റീരിയർ വർക്ക് ചെയ്യാൻ എത്ര കൊല്ലായി? 12 കൊല്ലം ഇന്റീരിയർ വർക്ക് ചെയ്യുന്നു. സംസാരിച്ച് എന്നോട് ചോദിച്ചത് ഞാൻ ആർസ്യം ചെയ്യണം, എന്താ ചെയ്യുന്നത്? ഇടത്തട്ടുകാരില്ലാതെ പരസ്യക്കാരില്ലാതെ നേരിട്ട് ചേട്ടന്റെ കയ്യിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കും. അതിലൂടെ ചേട്ടന് ലാഭം. അതെന്താ ലാഭം? ഞാൻ എന്റെ കോൺടാക്ട് കാർഡ് കൊടുത്തു, ചേട്ടാ ഈ നമ്പറിലേക്ക് ചേട്ടൻ ഇന്നത്തെ പണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കും. കഴിഞ്ഞു. ഇത്രയുള്ളൂ കാര്യം. ഇതാണ് വർക്ക്. ഇത്രയുള്ള വർക്ക്. ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. എന്ത് സുഖാപ്പ. ഫ്ലൈറ്റിൽ കയറുമ്പോ സംസാരിക്കാം, ട്രെയിനിൽ കയറുമ്പോ സംസാരിക്കാം, ബാത്റൂമിൽ ഇരിക്കുമ്പോ വരെ സംസാരിക്കാം. ഒരു കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. പക്ഷെ ഒരു ജോലിയാണെങ്കിലോ ഇതെല്ലാം കെട്ടിപ്പൂട്ടി വലിച്ചിറങ്ങി രാവിലെ പോണം, അവിടെ ഈ മഴയത്ത് ബൈക്ക് ഓടിച്ച് പോയി അവിടെ എത്തി, ഇത് ഇറങ്ങി, എന്നിട്ട് അതിനുള്ള ദിവസം കിട്ടണ്ട, അതുമില്ല. ജോലി ചെയ്യേണ്ടതെന്ന് പറയും, ആള് സമ്മതിക്കില്ല. നീ വിചാരിച്ച രീതിയിൽ വർക്ക് ചെയ്താൽ ഈ മാസം നിന്റെ ശമ്പളം ഇത്രയും കട്ട് ഓഫ്.
അപ്പൊ ഇവിടെ എന്തുണ്ട്? ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി തിരിച്ചറിഞ്ഞപ്പോ എന്തുണ്ടായി? അദ്ദേഹത്തിന്റെ ലൈഫില് കുടുംബവും ബാലൻസ് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന്റെ വരുമാനവും ബാലൻസ് ചെയ്യാൻ പറ്റി. ശരിയായ രീതിയിൽ വർക്കിന് പ്രാധാന്യം കൊടുക്കാനും പറ്റി, കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റി. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ കാര്യം, ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവര് വീട്ടിലേക്ക് എത്തുമ്പോൾ ആകെ ടയർഡായിട്ട് വരികയാണ്. പിന്നെ വീട്ടുകാരായിട്ടിരിക്കാനോ കുട്ടികളായിട്ടിരിക്കാനോ ഒരു സമയമില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് കിടന്നാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ആകുമ്പോൾ ഭാര്യമാര് ഭർത്താക്കന്മാരോട് ഇന്ന് എങ്ങനെയും പോവാ എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാര് പറഞ്ഞു ഇന്ന് എങ്ങോട്ടും പോകണ്ട, ഇന്ന് എനിക്കൊന്ന് കിടന്നാൽ മതി. കാരണം എന്താ പറയുക, 6 ദിവസം പണിയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാ. അന്ന് പോവില്ല, അല്ലാതെ എന്താ പറയാ ഇല്ലാത്തതൊന്നല്ല, വയ്യാത്തോണ്ടാ. കാരണം അതാണ് അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് 6 ദിവസം 7 ദിവസം പോയാലാണ് കുടുംബം മുന്നോട്ട് പോകുള്ളൂ. അങ്ങനത്തെ ജോലിയാണ് നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, എത്ര പണിയെടുത്താലും വരുമാനം വരില്ല. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇതിനെ മുൻകൂട്ടി തെരഞ്ഞെടുത്തുകൊണ്ട് എന്തുണ്ടായി, അദ്ദേഹത്തിന്റെ ലൈഫ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു വ്യക്തിയിലേക്കായിട്ട് മാറി. അതാണ് ഫ്ലെക്സിബിലിറ്റി. ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ, ഒരു പാരന്റ്സ് എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും നമുക്ക് ഈ ബിസിനസ് തരുന്നതാണ് ഈ ഫ്ലെക്സിബിലിറ്റി. എവിടെ വെച്ച് വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം. പ്രൊവൈഡർ നല്ല വസ്ത്രധാരണം ഉണ്ടായാൽ മതി. ഇതുപോലെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ 4 പേര് എന്തായാലും നോക്കും. 4 പേര് നോക്കി കഴിഞ്ഞാൽ 2 പേര് നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ കൂട്ടാക്കും. കാരണം കോട്ട് ഇട്ട ഒരു പവറാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്. തിരുവനന്തപുരത്ത് ഞാൻ കയറിയപ്പോ ഞാൻ കോട്ടിട്ടാ കയറി. എന്നോട് 2 പേര് വന്ന് ടിക്കറ്റ് ചോദിച്ചു, സാറേ RIC ഒന്ന് മാറ്റാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഞാൻ കണ്ടക്ടർ ഇതല്ല, DT അല്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്റെ ബർത്തിൽ ഞാൻ ചെന്നു. അവിടെ ഇരുന്നപ്പോ ഒരു 4 പേര് ബംഗാളികൾ, പൈസ ബിസ്ക RIC ഹർക്കർക്ക് യാപ്പേ. ഞാൻ പറഞ്ഞു ഈ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. 4 പേരെ ഇറക്കി വിട്ടു. പവറാണ്, ഭയങ്കര പവറാ. എന്താ പറയുക, ഡ്രസ്സിംഗ് സെൻസ് ഒന്ന് മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആസിഫിനെ പറ്റി പറയാൻ വായ തുറക്കുക, ഡ്രസ്സിംഗ് സെൻസ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വണ്ടർഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. നാളെ രാത്രി ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരണ വഴിക്ക് എന്നെ പോലീസ് വിളിച്ചു. ഞാൻ ഫോട്ടോ കണ്ടിട്ടാ വരുന്നത്. ഫോട്ടോ കിട്ടി വന്ന് പോലീസ് നിർത്തി. കാരണം 1 മണിയായി. പക്ഷെ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഒരു മീറ്റിംഗ്. എന്തിന്റെ മീറ്റിംഗ്? RCMന്റെ മീറ്റിംഗ് ആണ്. അപ്പൊ വണ്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെ സംസാരിക്കും. ഞാൻ പുറത്തിറങ്ങിയപ്പോ ഫുൾ കോട്ടാ. സാറ് എന്താ ഈ സമയത്ത്? ടോൺ മാറി. സാർ ഈ സമയത്ത്? സാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗിന് പോയിട്ട് വരികയാണ്. എന്തിന്റെ മീറ്റിംഗ്? RCMന്റെ മീറ്റിംഗ്. എന്താ അത്ര ലേറ്റ് ആയിട്ട് വെക്കുന്നത്? സാർ വേറെ ഒന്നല്ല, ആ സമയത്ത് ആൾക്കാർ ഓഹോ എന്താ പരിപാടി? സാറേ ഇങ്ങനെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സും അതുപോലെ തന്നെ പെയിന്റ് ഒക്കെ ഉണ്ട്. ഇത്രയധികം സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇത്രയധികം സാധനം ഇവിടെ നിന്നല്ലേ കട വരുന്നത്? ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്താണ് വരുന്നത്. ഓഹോ, ഈ ഷൂ ഉണ്ടാവും. ഷൂ എന്തിന്റെ ഷൂ? അല്ല ഞങ്ങൾക്ക് ഈ ബ്രൗൺ ഷൂ വേണേ, പരേഡിനൊക്കെ പോകുമ്പോ അതുണ്ടാവും ചോദിച്ചു. ഞാൻ ഉണ്ട് സാറ്, സാറ് വന്നാൽ മതി. എന്റെ നമ്പർ തരുമോ ചോദിച്ചു. നമ്പർ കൊടുത്തു കഴിഞ്ഞു. ഇത്രയുള്ളൂ. ഡ്രസ്സിംഗ് നന്നായാൽ മതി. ആസിഫിനെ പറ്റി പറയാനുള്ള മനസ്സിലായി. എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വെരി 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 സിമ്പിൾ. കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിൾ. കാരണം ഞാനൊക്കെ വരുമ്പോ ഷർട്ടും പാന്റും ഒക്കെ ഉണ്ട്, പക്ഷെ ട്രെൻഡിങ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ ബാഗി ജീൻസും പിന്നെ എന്താ റിഷാദ് സാർ അതിന്റെ പേരൊക്കെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഒരു ഫാഷൻ ഇല്ലേ ഇത് ബാഗി ജീൻസ്, പിന്നെന്താ ഓട്ടയുള്ള പാന്റ് അല്ലെ, അതൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാ ലേറ്റസ്റ്റ് സാധനങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടെന്ന്. ഞാനൊക്കെ വരുമ്പോ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തോന്ന് ആവശ്യമാണ്, ഒരു ക്രീം ബിസ്ക്കറ്റ് പോലും ഇല്ലാത്ത എന്ത് ആവശ്യമാ. അങ്ങനെ 14 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കമ്പനി ക്രീം ബിസ്ക്കറ്റ് ഇറക്കി. മൊയ്തീൻ കാഞ്ചനമാലയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല, പക്ഷെ ഞാൻ കാത്തിരുന്നു. ക്രീം ബിസ്ക്കറ്റ് വന്നു. നമ്മളിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായില്ല. ആകെ 30 പ്രൊഡക്റ്റ്. ഇന്ന് ആർസിബിൽ ഇല്ലാത്തൊന്നുമില്ല. പെയിന്റ് ഉണ്ട്, ഷർട്ടിന്റെ പാന്റ്, എന്താ പറയുക, ലേഡീസുള്ള ഡ്രസ്സുകളുണ്ട്, കീസോൾ ഉണ്ട്, FMCG ഉണ്ട്, ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഉണ്ട്, ഗുഡ് ഡോട്ട് ഉണ്ട്, എല്ലാം ഉണ്ടെന്നേ. ഇനിയിപ്പോ പുതിയതായിട്ട് പാമ്പേഴ്സ് ലോഞ്ച് ചെയ്യാൻ പോവുക, പാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ മാസം തോറും കമ്പനിയുടെ ലിസ്റ്റ് കൂടി വരികയാണ്. നമുക്ക് പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരിക. നമുക്ക് എങ്ങനെ പോയി ആവശ്യത്തിന് മേടിച്ചേ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ബിസിനസ് ആണെങ്കിൽ പിന്നെ ഏതാ ചെയ്യാൻ പറ്റുക? അപ്പൊ ആ സത്യം ഇദ്ദേഹം മുന്നേ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എന്തുണ്ടായി, അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ഫിനാൻഷ്യൽ കൺട്രോളിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഫാമിലിക്കുള്ള എമൗണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഫിനാൻഷ്യൽ സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടും ടൈമിലി സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. കാരണം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓക്കെയാണ്, മെന്റൽ സപ്പോർട്ട് ഓക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് ടൈം. നമ്മൾ ഒരാൾക്ക് ടൈം കൊടുത്തില്ലെങ്കിൽ അയാൾ നമുക്ക് തിരിച്ച് ടൈം തരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് എത്ര ടൈം കൊടുക്കുന്നോ അതനുസരിച്ചിട്ടേ നമുക്ക് തിരിച്ച് കിട്ടുക ഉള്ളൂ. സോ ഇവിടെ ഞാൻ ലക്കിയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് RCMലേക്ക് മുന്നേ തന്നെ ഒരു എൻട്രി കിട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഫ്രീ ടൈം ആയി. അദ്ദേഹം എയർഫോഴ്സിൽ തുടർന്നുകൊണ്ടിരുന്ന എനിക്ക് അദ്ദേഹത്തെ കാണാൻ പോലും പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലായിട്ട് പോസ്റ്റിംഗ് കിട്ടും. എപ്പോഴേലും കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല. പുലിവാൽ കല്യാണത്തിൽ സലീംകുമാർ പറയില്ലേ, ഇയാളെന്റെ അച്ഛനാണെന്ന് പറഞ്ഞോ? അതുപോലെ. കാരണം എന്താ, വല്ലപ്പോഴാ കാണുള്ളൂ. എയർഫോഴ്സിലെ ആൾക്കാരെ മിക്ക പ്രശ്നം കുട്ടികൾ വല്ലപ്പോഴാ കാണുള്ളൂ. അപ്പൊ
ഇയാളാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞോ? ഓക്കെ, എന്നാ ഇയാളാണ് അച്ഛൻ. കാരണം കാണുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, എല്ലാ ദിവസവും കാണും. ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ് വന്നാൽ, അതായത് ആർട്സ് വർക്ക് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു ചോദിക്കും, അച്ഛൻ എന്തൊക്കെ ചെയ്തു ചോദിക്കും, അമ്മ എന്തൊക്കെ ചെയ്തു ചോദിക്കും. നിങ്ങൾ ആലോചിച്ചു, ഒരു തിരുമേശയിൽ ഇരിക്കുകയാണ്, അവിടെ രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. ഇവരെല്ലാവരും വേറെ വേറെ കാര്യങ്ങളാണ് പറയാം. മുതിർന്നവർ എന്ത് പറയും? അവരുടെ സീരിയലിലെ കാര്യങ്ങൾ പറയും, അച്ഛൻ വർക്കിലെ ടെൻഷനെ പറ്റി പറയും, അമ്മ എന്ന് വീട്ടിലെ പണികളെ പറ്റി പറയും, കുട്ടികൾ ഇതൊന്നും ബന്ധമില്ലാതെ വേറെ എന്തെങ്കിലും പറയും. അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം, ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഈ ചന്ദ്രമഴ കണ്ടിരിക്കുന്നവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയല്ലേ? പക്ഷെ എന്റെ വീട്ടില് ഇന്ന് ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എന്റെ വൈഫുണ്ട്, എന്റെ 2 അമ്മൂമ്മമാരുണ്ട്. ഇവർ 6 പേരും സംസാരിക്കുന്ന ഭാഷ ആർസ്യമാണ്. 6 പേരും സംസാരിക്കുന്ന ഭാഷ ആർസ്യമായതുകൊണ്ട് പരസ്പരം എന്താ സംസാരിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. മലയാളമല്ല, തെലുങ്കല്ല, തമിഴല്ല, ഒന്നുമല്ല, പ്യുവർ ആർസ്യം. കാരണം എന്താ? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ പറയുന്നത്. മറ്റേത് നമുക്കറിയാം, കുട്ടികൾ വേറെ ഏതോ ഭാഷ പറയുന്നത്, ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രക്ഷിതാക്കൾ എന്തോ പറയുന്നുണ്ട്, അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആയിരുന്നു ആദ്യം. ഞാൻ എന്റെ റൂമിലിരിക്കും, ഇവര് ഭക്ഷണം കഴിക്കും, ആരെങ്കിലും ആർസ്യമിന് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോയതിനു ശേഷം ഞാൻ താഴേക്ക് വരുള്ളൂ. പക്ഷെ ഇപ്പൊ മാറി. ഇപ്പൊ 5 പേരും 6 പേരും ടീംമേശയിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു ഫീലിംഗ് ആണ്. സോ ഫ്ലെക്സിബിലിറ്റി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കില്ല കടമില്ലാതെ ജീവിക്കണം, EMI കൊടുക്കാതെ ജീവിക്കണം, ലോൺ എടുക്കാതെ ജീവിക്കണം, ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകരുത്, എന്ത് വേണം അതൊക്കെ വാങ്ങാനുള്ള ഒരു അവസരം നമുക്ക് വേണം, അല്ലെ? ജോലിക്ക് പോയ സത്യസന്ധമായിട്ട് പറയും, ഇത് കിട്ടുമോ? ഇല്ല. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി നിലനിർത്താൻ വേണ്ടി വീണ്ടും കടമെടുക്കണം. ഓണം വരുന്നുണ്ട്, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കുറച്ച് എടുത്തു കൊടുക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ലോൺ എടുക്കണം. ജോലി എന്നുള്ള കാശുകൊണ്ട് നമുക്കത് കിട്ടുന്നുള്ള ഒരു ഉറപ്പില്ല. കാരണം അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ മുന്നേ തന്നെ കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം കിട്ടിയെന്ന് മാത്രമല്ല, അതൊരു ഫുൾ ടൈം ഇൻകം ആയിട്ട് മാറി. ആ ഇൻകം എല്ലാ മാസവും മുടങ്ങാതെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ 23-ാം തീയതി എന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്ന വണ്ടിയാണ് i20 ഗ്രാൻഡ് എൻലൈൻ സീരീസ്. ഓൾമോസ്റ്റ് 15 ലക്ഷം വരും. ഇതിന് ഒരു EMI ഇല്ല, ഒരു ലോണും ഇല്ല. റെഡി ക്യാഷ്. ബിക്കോസ് ഐ ആം ഇൻ ആർട്സ്. വേറെ ഒന്നുമല്ല, റെഡി ക്യാഷ് ആണ് ഇതിനു വേണ്ടി കൊടുത്തത്, വേറെ ഒന്നും ചെയ്തില്ല. കാരണം എങ്ങനെ പോയാലും എന്ത് കൊടുത്താലും എല്ലാ മാസം ഒരു 2 ലക്ഷം രൂപ വീട്ടിലേക്ക് എത്തുന്നത് എനിക്കറിയാം. അറിയാം. അവര് ചോദിച്ചു, ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ലോൺ ഉണ്ട്, കാരണം സാർ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അറിഞ്ഞു. അല്ല, എന്നാലും ഒരു ലോൺ വേണ്ട. വണ്ടിയിൽ ആൾക്കാർ വിളിച്ച് ചോദിച്ചു, സാറേ ലോണൊക്കെ ഉണ്ട് കേട്ടോ, ഫ്ലോട്ടിംഗ് ലോൺ ഉണ്ട്, ഇപ്പോ മാർക്കറ്റ് റേറ്റിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഫ്ലോട്ട് എന്താ, മഴയൊക്കെ ആണോ, തന്നെ ഫ്ലോട്ടിൽ പൊക്കോളും, വേണ്ട. അവര് സാറേ ഒരു ലോൺ. മറ്റേ ആളും പറഞ്ഞു, സാറേ ഇങ്ങനെയെങ്കിലും ഒരു ലോൺ എടുത്താൽ നമുക്കത് വേണ്ടേ, നമുക്കതുകൊണ്ട് വലിയ ഉപകാരമില്ല. കാരണം ഈ വണ്ടി ഞാൻ EMI എടുക്കുകയാണെങ്കിൽ 15 ലക്ഷത്തിന്റെ ഒപ്പം ഒരു 4 ലക്ഷം കൂടി കൂട്ടി കൊടുക്കണം. എല്ലാ മാസം ഒരു 17 അതിനുവേണ്ടി പോവും. അങ്ങനെ 5 കൊല്ലം പോവും. പോണതിനൊപ്പം നമ്മൾ അറിയില്ല എത്ര കൂടുതൽ പോകും. 4 ലക്ഷം സാറേ ഇതിനെ EMI എക്സ്ട്രാ കൊടുക്കും. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയല്ല, റെഡി ക്യാഷ് കൊടുക്കാൻ ഞാൻ റെഡിയാണെങ്കിൽ ഓക്കെ. അല്ല, ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചോദ്യം യൂസഫ് അലിയോട് ചോദിക്കൂ, അത് ചോദിക്കില്ല. നിങ്ങൾ ഇത് അംബാനിയോട് ചോദിക്കൂ, അത് ചോദിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, ഞങ്ങളൊക്കെ ഒരേ തരക്കാരാണ്. ശരിയല്ലേ? കോവിഡ് വന്നപ്പോ 3 തരം ആൾക്കാരൊക്കെ ടെൻഷൻ ഇല്ലാതിരുന്നേ. കേരളത്തില് യൂസഫ് അലിക്ക്, മഹാരാഷ്ട്രയിൽ അംബാനിക്ക്, മൂന്നാമത് നമുക്ക് അർച്ചക്കാർക്ക്. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായില്ല, വരുമാനം വരുന്ന അറിയാതെ അവർക്കും ടെൻഷൻ, നമുക്കില്ല. അപ്പൊ നമ്മൾ ഒരേ തരക്കാരല്ലേ? നമ്മൾ ഒരേ തരക്കാരാ. നിങ്ങൾ എന്നോട് ആ ചോദ്യം ചോദിക്കണ്ട. ഇനി കഴിഞ്ഞ കൊല്ലം 2023 28 ഡിസംബറിൽ എന്റെ കല്യാണം നടന്നു. ഓൾമോസ്റ്റ് 3 ദിവസത്തെ കല്യാണമായിരുന്നു. ഇതിന്റെ ഒരു എക്സ്പെൻസ് പോലും ലോൺ എടുത്തിട്ടില്ല, EMI ഇല്ല, കംപ്ലീറ്റ് ക്യാഷ് ആയിട്ട് കൊടുത്തത്. വീണ്ടും ഞാൻ പറയുന്നു, ബിക്കോസ് ഐ വാസ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് വന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് ഇത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കടം കൊടുത്തു കഴിഞ്ഞാൽ, കടം വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്, പിന്നെ കംപ്ലീറ്റ് ടെൻഷനാണ്. ഇത് എങ്ങനെയെങ്കിലും അടച്ചു തീർക്കണം എന്നുള്ള ടെൻഷനാണ്. ഇവിടെ ഒരു ടെൻഷനും ഇല്ല. ഒരു സാധനം ഇഷ്ടമായി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് അത് വാങ്ങുന്നു, അത് എടുക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ EMI എടുക്കേണ്ട ആവശ്യമില്ല, ലോൺ എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ലെവലിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഇന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്ത ജോലി വെച്ചിട്ടാണെങ്കിൽ എന്തുമെങ്കിൽ നടക്കില്ല, സ്വപ്നം പോലും കാണാൻ പറ്റില്ല. എത്ര കൊല്ലം എടുത്തിട്ട് ഒരു കാറ് മേടിക്കാൻ പറ്റുന്ന പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇന്ന് അത് കേപ്പബിൾ ആക്കുന്നുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിൽ വന്നുകൊണ്ട്, ഈ ബിസിനസിന്റെ പവർ കൊണ്ട് മാത്രമാണ്. ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാരണം നമ്മളെല്ലാവരും ഈ രാവിലെ 8 മണി തൊട്ട് രാത്രി 10 മണി വരെ പണിയെടുക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി. എന്നാൽ എത്തുന്നുണ്ടോ? ഇല്ല.
പണിക്ക് പോയോ പോയി, അങ്ങോട്ട് എത്തിയോ ഇല്ല, നടുക്കിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊന്നൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? കാരണം ജോലിക്ക് നമ്മൾ കൊല്ലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്റെ അച്ഛൻ പോയിണ്ടായിരുന്നു, എന്റെ അച്ചാച്ചൻ പോയിണ്ടായിരുന്നു, അച്ചാച്ചന്റെ അച്ഛൻ പോയിണ്ടായിരുന്നു. പക്ഷെ ഇന്നേ വരെ സമ്പന്നരുടെ പട്ടികയിലേക്ക് അവര് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങള് സമ്പന്നരുടെ പട്ടികയിൽ വന്നു എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. ടാക്സ് കൊടുക്കുന്നു. വിനോദ് സാറെ എത്ര ടാക്സ് കൊടുത്തു? 67,000 ചില്ലാനം ടാക്സ് കൊടുക്കുന്ന ആളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മറ്റേ കട്ട് ചെയ്തിട്ട് വന്നത്, കട്ട് ചെയ്ത് കമ്മീഷൻ. നിങ്ങൾ ആലോചിച്ച്, ഗവൺമെന്റിന് 67,000 രൂപ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ കമ്മീഷൻ വരുന്നത്. നമ്മൾ ഈ 67,000 കൊടുക്കുക എവിടേക്കാന്നറിയോ? ലോൺ, EMI അടവിന് വേണ്ടിയിട്ട്. ഇവിടെ സർക്കാരിന് നമ്മളൊരു വലിയൊരു തുക നമ്മുടെ വർക്കിലൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് അതിലൂടെ സമ്പന്നതയ്ക്കുള്ള ഒരു അവസരം വരെ ഒരുക്കി തരുന്നുണ്ട്. ആ പ്രസ്ഥാനത്തിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. അപ്പൊ ആ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം എന്തുണ്ടാവും? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ സ്കില്ലുകൾ വളരും. നമ്മളിങ്ങനെ സംസാരിക്കാൻ പഠിക്കും, നമ്മളൊരു സ്റ്റേജിൽ കയറി കൈകാര്യം ചെയ്യാൻ പഠിക്കും, ഒരാളെ കണ്ട ചിരിക്കാൻ പഠിക്കും, ഒരാൾക്ക് ഷേക്കിന്റെ കൊടുക്കുമ്പോൾ ഫേം ആയിട്ട് ഷേക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. കാരണം ഞാൻ നേരത്തെ കാണിച്ച വ്യക്തിയുടെ ഫോട്ടോ അതേപോലെ അന്തർമുഖനായിരുന്നു. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വായ തുറക്കില്ല, പേപ്പർ തുറക്കും, പേപ്പർ തുറന്നത് ഇങ്ങനെ ഇരിക്കും, പൂവാറാവുമ്പോ അദ്ദേഹം ചിരിച്ചിട്ട് തിരിച്ചു പോകും. ആ വ്യക്തി ഇന്ന് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇറക്കാനുള്ള പാട് ചില്ലറല്ല. മൈക്ക് കൊടുത്താൽ പറയും വേണ്ട, 2-2.5-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കും. ബിക്കോസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിച്ചു? ഇതിലൂടെ സംഭവിച്ചു. NIF വർക്ക് ചെയ്യുമ്പോൾ വ്യക്തിയുടെ ഫോട്ടോ ആണ്. പക്ഷെ ഇത് നിങ്ങൾ നോക്കി നോക്കൂ, ഇത്രയധികം ആൾക്കാരെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഒരു വ്യക്തിയാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചു. ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു, ഞാൻ ഏറ്റവും പിന്നിലിരിക്കുന്ന ആളായിരുന്നു. ഞാനൊക്കെ ഈ അസൈൻമെന്റ് പ്രൊജക്ടിനൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ബബബ പറയുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇത്ര നേരം സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനം ഉണ്ടാക്കി തന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്, സ്കിൽ ഡെവലപ്മെന്റ് ആണ്. കാര്യങ്ങൾ പഠിക്കാനുള്ള ക്ഷമത കൂടി, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട നേരം പഠിക്കാൻ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള ഒരു അവസരം ഇന്ന് ഈ ബിസിനസ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നില്ല, കോളേജുകളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. കാരണം അവിടെ ഇന്ററാക്ഷൻ അല്ല, അവിടെ കോമ്പറ്റീഷൻ ആണ്. കുട്ടികൾ തമ്മിൽ മത്സരമാണ്. ആര് ഫസ്റ്റ് അടിക്കും, ആര് ഫസ്റ്റ് അടിക്കും, ആര് ഫസ്റ്റ് അടിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ലൈഫിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പഠിത്തം? നിങ്ങൾ ഇവിടെ നോക്കി നോക്കൂ, RCMൽ എല്ലാ പ്രവർത്തകരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ജയ് RCM ആണ്. ദാറ്റ് ഈസ് ആൻ എനർജി. ഇതൊരു ട്രെയിനിൽ കയറി ഒരാളെ കണ്ടാൽ നമ്മൾ ചിരിക്കില്ല, ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാളെ കണ്ടാൽ നമ്മൾ ചിരിക്കില്ല. ചിരിക്കില്ല എന്ന് മാത്രമല്ല, ചിരിച്ച അയാൾ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചു. ഞാൻ ചിരിച്ച അയാൾ ഇന്നേ വരെ നമ്മളെ കാണാത്ത ഒരാള് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിച്ചാൽ നമുക്ക് എന്താ? ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം കൊടുക്കാൻ വരെ നമ്മൾ ഇന്ന് മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് എഡ്യൂക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഏത് ടീച്ചറാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നിങ്ങൾ കഴിക്കണം, നിങ്ങളുടെ ശരീരത്തിൽ ന്യൂട്രീഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ അളവ് ഇത്ര വേണം? ഏത് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്? കോസ് തീറ്റ പഠിപ്പിക്കുന്നുണ്ട്, സൈൻ തീറ്റ പഠിപ്പിക്കുന്നുണ്ട്, കാലിത്തീറ്റ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കണ്ടല്ലോ. എഞ്ചിനീയർ ആവുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും, ബാക്കിയുള്ളവർക്കോ? മണി മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം എന്റെ അറിവിൽ ഇന്ന് ഇല്ല. BCom നിങ്ങൾ പഠിക്കുന്നുണ്ട്, BBA പഠിക്കുന്നുണ്ട്, പക്ഷെ എവിടെയും മണി മാനേജ്മെന്റ് പഠിക്കുന്നില്ല. എങ്ങനെ വരുമാനം വരുന്നു, അതിനെ എങ്ങനെ ചെലവാക്കണം, എങ്ങനെ ചെലവാക്കാൻ പാടില്ല, ഒരു സംവിധാനം പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട് RCM. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഞാൻ പഠിച്ചത് RCMൽ വന്നിട്ടാണ്. ന്യൂട്രീഷൻ കൗൺസിലിംഗ് ഞാൻ പഠിച്ചത് RCMൽ വന്നിട്ടാണ്. ഈ സിസ്റ്റത്തിൽ വന്നിട്ടാണ് ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ സംസാരിക്കണം, അയാളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, അയാൾക്ക് എങ്ങനെ ഷേക്കിന്റെ കൊടുക്കണം ഒക്കെ പഠിപ്പിച്ച സിസ്റ്റം. അത് തന്നെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ RCM ഫുൾ ടൈം ആയിട്ട് ചെയ്യും, ഫുൾ സ്റ്റിങ് ആയിട്ട് ചെയ്യും. കാരണം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾ ഇത് കണ്ടുപിടിക്കും. ഞാൻ ഇനി നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് കുട്ടികൾ നമ്മളെ റോൾ മോഡൽ ആക്കുന്നില്ല എന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നതെന്നറിയോ, വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. ലോൺ അടയ്ക്കുക, EMI അടയ്ക്കുക, അതിന്റെ പിന്നാലെ പോവുക, ഇതിന്റെ പിന്നാലെ പോവുക. കുട്ടികൾക്ക് ഇത് കാണുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്താലേ കുട്ടികൾക്ക് ചെയ്യാൻ തോന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് തോന്നണം എന്ത് പ്രതിസന്ധി എന്തെങ്കിലും ആള് സ്ട്രോങ് ആണ്, ആളത് ബൂസ്റ്റപ്പ് ചെയ്ത് പോകുന്നു തോന്നുന്ന ആൾക്കാരെ കുട്ടികൾ റോൾ മോഡൽ ആക്കുള്ളൂ. നമ്മൾ ഈ അടവും കാര്യങ്ങളും ചിട്ടിയും കുറിയൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം ആ വഴിക്ക് പോകുന്നല്ലാതെ വേറൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിനെ കണ്ടാ ഞാൻ പഠിക്കുന്നത്. കാരണം എന്താ, ഇദ്ദേഹം ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വന്ന് സ്റ്റേജ് കൈകാര്യം ചെയ്യുമ്പോൾ ഞാനെന്താ വിചാരിക്കുക, ഇദ്ദേഹത്തെ പോലെ ആണെന്നല്ല ഞാൻ വിചാരിക്കുള്ളൂ. കുറച്ച് പേരോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് എന്തായി, അദ്ദേഹത്തെ ഞാൻ റോൾ മോഡലാക്കി അദ്ദേഹത്തെ പോലെ ആവാൻ ശ്രമിക്കുന്നു.
എല്ലാവർക്കും എല്ലാവരും പോലെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ കുട്ടികൾ നമ്മളെ റോൾ മോഡൽ ആക്കണമെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സംഭവിക്കൂ. അവർക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, EMI ലോണോ അല്ലാതെ. അച്ഛൻ പോയി, കുറെ കടബാധ്യതകള് ഉണ്ട്, ഇഷ്ടം പോലെ ലോൺ അടയ്ക്കാനുണ്ട്, ഇനി 2 പേരുടെ കല്യാണം ഉണ്ട്, എല്ലാം എന്റെ ഷോൾഡറിലാണ്. കേട്ടിട്ടില്ല ഇഷ്ടം പോലെ ഇങ്ങനെ. വൈ? ബിക്കോസ് വി ആർ നോട്ട് ബീങ് എ റോൾ മോഡൽ. ഇപ്പോഴും അവസരമുണ്ട്, ആ അവസരം വൈകിട്ടില്ല. ആ അവസരത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രയും മഴയുണ്ടായിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഫ്ലഡ് സംഭവിക്കുമ്പോഴും നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തോ ഒരു അനുഗ്രഹം നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നു, കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട്. ഇന്ന് നമുക്ക് ഇല്ലാത്തത് ബന്ധങ്ങളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടത് ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ തരാൻ ഈ സിസ്റ്റം നിങ്ങളെ പാകപ്പെടുത്തുന്നുണ്ട്. RCM കൺസ്യൂമേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കേരള യൂണിറ്റ് 2011 ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും കൂടി, RCMിലെ എല്ലാ ജനങ്ങളും കൂടി ഒറ്റക്കെട്ടായിട്ട് ഡൽഹിയിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഫോട്ടോ ആണ്. നമ്മുടെ സുഭാഷ് സാറ് ഇതിലുണ്ട്, പേരാവൂര് സുഭാഷ് സാർ ഇവിടെ ഉണ്ട്. ഇതാണ് അദ്ദേഹം. രാജൻ സാറുണ്ട്, റഷീദ് മഞ്ചേരി സാറുണ്ട്, ഹേമന്ത് സാറുണ്ട്, ഇനി ഒരുപാട് പേരുണ്ട്. ഒരു ഒറ്റക്കെട്ടായിട്ട്, അതായത് 14 ജില്ലകളിലെ ആൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുവന്നു. അതാണ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. അതാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, തൃശ്ശൂർ കിടക്കുന്ന ഞാൻ തലശ്ശേരി വന്നിട്ടുണ്ട്. അതാണ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ്, ആ കമ്മ്യൂണിറ്റി സപ്പോർട്ട് തരാൻ ഇന്ന് ബിസിനസ് കാരണമാവുന്നുണ്ട്. നമ്മളിന്നൊരു കോളേജിൽ പഠിക്കാൻ പോയി, സ്കൂളിൽ പഠിക്കാൻ പോയി, എല്ലാ ഗ്യാങ്ങിലും നമ്മളെ ചേർത്തില്ല അല്ലെ. ഓരോരുത്തർക്കും ഒരേ ഗ്യാങ്ങാ. അവൻ ഈ ഗ്യാങ്, ഇവൻ C ഗ്യാങ്, ഇവൻ D ഗ്യാങ്, അവൻ ഡെയർ ഡെവിൾ ഗ്യാങ്, അങ്ങനെയല്ലേ? ഓരോരോ ഗ്യാങ് ഉണ്ട്. അവൻ എന്നെ ചേർത്തില്ല, ഇവൻ ഇങ്ങനെ ചേർത്തില്ല. ഇവിടെ എല്ലാവരും ചേർത്തു. ബിക്കോസ് ഇതൊരൊറ്റ ഗ്യാങ്ങാണ്. കാരണം നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഗ്യാങ്ങാണ്. നമ്മൾ എവിടെ ചെല്ലുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാ. നമ്മളെ വളർത്താനും നമുക്ക് വളരാനുള്ള അവസരമുള്ള സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കണം. അല്ലാതെ നമ്മളെ തളർത്താനോ നമ്മൾ താഴേക്ക് പോകാനുള്ള സ്ഥലത്തല്ല നിൽക്കേണ്ടത്. താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾ തേടി പോകരുത്, പോകരുത്, പോകരുത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയും, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ശരിയാണ്, ചിലപ്പോ കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് പോയി ഒരു സ്ഥലത്ത് പോയി കുറച്ച് സിഗരറ്റ് വലിച്ചു, കുറച്ച് ബീഡി വലിച്ചു, കുറച്ച് എന്താ പറയാ കള്ളു കുടിച്ചു, പോത്തായ ഒരു ഏജ് ആണ് അത്, ഐക്യത്തെ. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. താൽക്കാലികമായിട്ട് സുഖം കിട്ടും, താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒരു ചെറിയൊരു മരവിപ്പ് കിട്ടും. പക്ഷേ ലൈഫ് അതിനപ്പുറം ഒരുപാട് കിടക്കുക. നല്ല സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നല്ല കൂട്ടുകെട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, നല്ല കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് നമ്മളിങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞിരിക്കുക, അവന് മാത്രം പറ്റുന്നു, നമുക്കൊന്നും പറ്റുന്നില്ല, അവനെ എങ്ങനെയെങ്കിലും വക വരുത്തണം, അവനെ എങ്ങനെയെങ്കിലും ഇടിക്കണം, അവൻ അവളോട് I love you പറഞ്ഞില്ല, നമുക്ക് ശരിയാക്കണം, നിന്റെ പെണ്ണാവള്. ബാലിഷമായിട്ടുള്ള ആ ഒരു ടൈം ലൈനിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ഇതൊന്നുമല്ല, ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ലൈഫിൽ നമ്മളൊരു ജോലിയൊക്കെ കിട്ടി രണ്ടറ്റം കൂടി കൂട്ടിമുട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാം. അന്ന് നമുക്ക് തോന്നും, അന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അമ്മ പറഞ്ഞത് കേട്ടാൽ മതി. അതുവരെ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് വേണം, വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനത്തെ ഫ്രണ്ട്സ് ആണെന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ താൽക്കാലിക സുഖത്തിന് നിങ്ങളെ സമീപിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങളെ തളർത്താൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്ന് കൂടി നോക്കണം. നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് എന്താ പറയാൻ പറയും, നിങ്ങൾ RCM ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പറയും നീ ചെയ്യും, ധൈര്യമായിട്ട് ചെയ്യും, ഞാൻ കൂടി ഉണ്ടെന്ന് പറയും. നിങ്ങളെ തളർത്താൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ RCM അവനോട് പറഞ്ഞാൽ അവൻ പറയും നീയും ഇതിൽ പെട്ടു, നീയും ഇത്രയും പഠിപ്പുണ്ടായിട്ട് നീയും ഇതിലേക്ക് വന്നു, ഈ വയസ്സന്മാരുടെ ബിസിനസ്സിലൊക്കെ നീ അല്ലാതെ ആരെങ്കിലും എന്ന് തിരിച്ച് പറയും. എനിക്കറിയാം, ഉറപ്പായിട്ടും പറയും. ബിക്കോസ് അവർക്ക് ഇത് കാണാൻ സാധിക്കില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഗോൾ എന്ന് പറയുന്നത് ജോലി 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 എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൺ ആക്ടിവിറ്റീസ്. പക്ഷേ നിങ്ങളെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾ ഇത് കാര്യം പറഞ്ഞാൽ പറയും കുഴപ്പമില്ല, ഞാൻ കൂടെ നിൽക്കാം, ഞാൻ ചെയ്യാം. ദാറ്റ് ഈസ് എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ദാറ്റ് ഈസ് എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അത് നിങ്ങൾ അക്നോളജ് ചെയ്യണം. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ വളരെ 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 വിരളമാണ്. ഞാനൊക്കെ BBA എടുത്തത് എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞു, കരിയർ ഗൈഡൻസിന്റെ ഒരു കോഴ്സിന് പോയി. അവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഡോക്ടർ കുഞ്ഞിപ്പാലു അഡ്വക്കേറ്റിന്റെ ഒരു ക്ലാസ് ഉണ്ടായി. ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗുണം ഉണ്ടായില്ല. ഞാൻ ലാസ്റ്റ് എന്നിട്ട് കൂട്ടുകാരോട് ചോദിച്ചു, നീ ഏതെടുക്കുന്നേ? BBA. എന്നാ ഞാനും അത് എടുക്കാം. അങ്ങനെയാണ് ഡിസിഷൻ ഉണ്ടാക്കുന്നത്. നീ എങ്ങനെ എടുക്കുന്നേ? ഞാൻ BCom. എന്നാ ഞാൻ BCom എടുക്കാം. BBA വേണോ BCom വേണോ? അപ്പൊ ടോസ് ഇട്ടു BBA. സാറേ ഞാൻ അങ്ങനെ BBA എടുത്തത്. എനിക്ക് തന്നെ അറിയില്ല എന്തിനാ ഞാൻ BBA എടുത്തത്. എന്തെങ്കിലും വീട്ടുകാരോട് പറയാമോ പഠിക്കണം എന്ന്. BBA എടുത്തു. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല.
ഞാൻ BBA MBA എടുത്തു, അതിലൊന്നും പഠിപ്പിക്കാത്ത എത്രയോ കാര്യങ്ങളൊന്നും ആർസിഎം പഠിപ്പിച്ചിരുന്നുണ്ട്. എഡ്യൂക്കേഷൻ വലിയ കാര്യം. കാരണം BBA MBA എന്ന് പറയുന്നത് തിയററ്റിക്കൽ നോളജാ, നിങ്ങൾക്കത് എഴുതി പാസ്സാവും, അത്രേ ഉള്ളൂ. പക്ഷെ പ്രാക്ടിക്കലി ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ ബിസിനസ് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഐഡിയസ് കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ജോലി വിട്ടിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ദ ചോയ്സ് ഷുഡ് ബി യുവേഴ്സ്. ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ആർസിഎമ്മിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും നല്ല രീതിയിൽ ആർസിഎമ്മിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഡോണ്ട് ബി എ ഫൂൾ. ഒരു കൂട്ടത്തിനൊപ്പം പോകരുത്. കാരണം കൂട്ടത്തിനൊപ്പം പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, ഒരാളുകൾ പിന്നെ അടുത്ത എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് പോകും. താറാവ് അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒരാൾ പോകും. സിംഹം എങ്ങനെ പോവുക? ഒറ്റയ്ക്കാ പോവാ. കാരണം അതിന്റെ വഴി അതിനറിയാം. ഇവരെല്ലാത്തിനും കൂടെ പോയിട്ട് കാര്യമില്ല. 10 പുലികളും കൂടിയിട്ട് ഒരു 4 പശുവിനെ പിടിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടാ? സിംഹത്തിനാണ് ഇതൊന്നും കിട്ടാൻ പോകുന്നത്. അമ്മമാർ കോട്ടയെന്ന് വിചാരിക്കും. നമ്മുടെ വഴി എന്തായാലും സ്ട്രോങ് ആയിരിക്കും, നമ്മളെ സ്വന്തമായിരിക്കും. ഞാൻ പറയാം, വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തു. കാരണം ഒരു കാര്യമില്ല, ഞാൻ അങ്ങനെ പോയ ആളോ ഒരു കാര്യമില്ല. BBA എന്തിനും എടുത്തു, MBA അതിലും എന്തിനും എടുത്തു. MBA എടുത്തത് അതിനും വിറ്റ. MBA എടുത്തത് ഞാൻ കോവിഡ് സമയത്താണ് ഞാൻ എടുത്തത്. കോവിഡ് സമയത്ത് എടുത്തപ്പോ ആദ്യത്തെ ഘട്ടം, അതായത് ഫസ്റ്റ് ഇയർ എക്സാം അവർ പറഞ്ഞു ഓൺലൈനിൽ എഴുതിയാൽ മതി. എന്താ ഒന്നുമില്ല, വീട്ടിലിരിക്കാൻ ബുക്ക് തുറക്കാൻ ഇത് ഉത്തരം ചെയ്ത്. രണ്ടാമത്തെ കൊല്ലായപ്പോ കോവിഡ് ഒന്നും കൂടി മൂത്തു. അപ്പൊ ഒരു എക്സാം ചെയ്തിട്ട് പാസ്സാക്കി വിട്ടോളാം. MBA സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്, കാശ് കൊടുത്തൊക്കെ കിട്ടും. നോ വേസ്റ്റ് ആണ്, പ്യുവർ വേസ്റ്റ് ആണ്. ബട്ട് നമ്മൾ പ്രാക്ടിക്കലി നേടുന്ന അറിവുകളുണ്ട്. അതാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി MBA പഠിച്ചിട്ടല്ല, ഈസ് എ മാസ്റ്റർ ബ്രെയിൻ ഇൻ ബിസിനസ്. പഠിക്കേണ്ട കാര്യം. ആള് 10ാം ക്ലാസ് ഗുസ്തിയാണ്, പക്ഷേ ഈസ് ടോപ്പ് ഓഫ് ദ വേൾഡ് ബിക്കോസ് അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. നമുക്കും വേണ്ടത് പ്രാക്ടിക്കൽ നോളജ് ആണ്. ആൻഡ് RCM ഗ്യാരണ്ടീസ് ദാറ്റ് പ്രാക്ടിക്കൽ നോളജ്. അത് നിങ്ങൾക്ക് തരാൻ സംയുക്തമാണ്. എല്ലാ രീതിയിലും സംയുക്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ആകാശ് കുഞ്ഞാടിനെ പോലുള്ള വ്യക്തികൾ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എൻട്രി വരുന്നത്. ബിക്കോസ് ആൾക്കറിയാം. നിങ്ങൾ ആലോചിക്കുക, 22 വയസ്സിൽ 45,000 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ അദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിൽ ഹൗ മച്ച് വിൽ ഹി ഏൺ? പ്രോബബിലിറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ജോലി ചെയ്ത് 22 വയസ്സിൽ 45,000 രൂപ ഉണ്ടാക്കുക, അല്ലെങ്കിൽ 50,000 രൂപ ഉണ്ടാക്കുക. ബോണസ് മാത്രം അദ്ദേഹം 1.5 ലക്ഷത്തിന് മേലെ വരുമാനം മേടിച്ചു. നിങ്ങൾ ആലോചിച്ചു. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ആ ഏജിൽ അത്ര മേടിച്ചിട്ടുണ്ടെങ്കിൽ 25ാമത്തെ വയസ്സിൽ ആകാശ് എത്ര മേടിക്കും? PSC പരീക്ഷ പോലെ ഇല്ലേ കണക്കിട്ടത്? ബട്ട് ജസ്റ്റ് ഇമാജിൻ. ഇതിനൊരു വിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട് നമുക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് നിങ്ങളുടെ ഒപ്പം ഡാൻസ് കളിക്കാനും നിങ്ങളെ വളർത്താനും നിങ്ങളെ പറ്റി നല്ല വാക്ക് പറയാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കീസോളിന്റെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറാൾഡ് ശ്രീജിത്ത് സാർ. നല്ലൊരു കൈയടി അദ്ദേഹത്തിന് വേണ്ടിയിട്ടാവും. സൂപ്പർ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുന്ന കാലം തൊട്ടും അദ്ദേഹം യൂത്ത് ആണ്, ഇപ്പോഴും യൂത്താണ്. കാരണം എന്താ അറിയോ, നല്ല ആൾക്കാരുടെ ഒപ്പം നിന്നും നമുക്ക് പ്രായമൊന്നും ആവില്ല. വി വിൽ ബി എനർജറ്റിക്, ഫുള്ളി എനർജറ്റിക് ആയിരിക്കും, ഫുള്ളി ഒക്യുപ്പൈഡ് ആയിരിക്കും. കാരണം എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എനർജി തോന്നുള്ളൂ. വെറുതെ വീട്ടിൽ ചടഞ്ഞു കൂടി ഇരിക്കുകയാണെങ്കിൽ എന്താ തോന്നുക? ഒരു മടുപ്പാത, ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഐഡിയൽ മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. കാര്യമായിട്ട് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് സാത്താൻ കൂടിയിരിക്കുന്ന സ്ഥലമാണെന്ന് പറയാം. കാരണം അവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ആക്ടിവിറ്റി നടക്കുന്നില്ല. ബി ഓൺ ദ ഫീൽഡ് ആക്റ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിരിക്കും. അപ്പൊ ആക്റ്റീവ് എനർജറ്റി ഉള്ള ആൾക്കാർ വരും. അവർ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക് ചുറുചുറുപ്പുള്ള ആൾക്കാരായിട്ട് മാറും. ക്ലിയർ? സോ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്റർപ്രണർ സ്പിരിറ്റ്. ഇത് ഞാൻ എന്റെ അമ്മയെ പറ്റി പറയാണ്. ഞാൻ എന്താ പറയാ, എന്റെ ലൈഫിൽ കണ്ടു വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആളാട്ടോ. ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആളാണ്. അപ്പൊ അമ്മ സാധാരണ ഒരു വീട്ടമ്മ തന്നെയായിരുന്നു. അമ്മ ഇടയ്ക്ക് അച്ഛനൊന്ന് സഹായിക്കാൻ വേണ്ടി HDFCയുടെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ഒക്കെ ആയിട്ട് പോയി. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ആൾക്കാരെ കൊണ്ടുവന്നാലല്ലേ കാര്യമുള്ളൂ. ഒരു കൊല്ലമൊക്കെ പൈക്ക് നോക്കി, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 2006 യാദൃശികമായിട്ട് സിലിണ്ടർ തീർന്നു പോയിട്ട് മോത്തി സാറ് ബാംഗ്ലൂർ വീട്ടിൽ സിലിണ്ടർ വാങ്ങാൻ വേണ്ടി വന്നു. ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാവും ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സിലിണ്ടർ കുറ്റി എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന നേരത്താണ് രാജൻ സാർ ചോദിച്ചത്, എന്താ പരിപാടി? അല്ല, എയർഫോഴ്സ് ജീവനൊക്കെ തന്നെ എത്ര കാലം പോകും? ഞാനിപ്പോ ഒരു പുതിയ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ
ഗോപകുമാർ സാർ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഗോപകുമാറിനെ പറയാം, ഗോപകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ആർസിം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ട്, രാജന് വേണമെങ്കിൽ വായിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ സാർ ഇരുന്ന് അന്ന് രാത്രി വായിച്ചപ്പോൾ ഇതിന്റെ ഒരു സാധ്യത മനസ്സിലായി. അന്ന് രാത്രി അദ്ദേഹം മൂസാറിനെ വിളിച്ച് അടുത്ത ദിവസം 2 ID വേണമെന്ന് പറഞ്ഞു. മൂസാർ വിചാരിച്ചു ഇതെന്തപ്പ, സാധാരണ ഇത് ഒരാളോട് പറഞ്ഞ ഒരാൾ പോലും വാങ്ങാറില്ലേ, ഇയാള് രാത്രി പാതിരാത്രിക്ക് 12:30 ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് ഇയാളെ വിളിച്ച് പറയാണ് 2 ID വേണം, കുഴപ്പമില്ല, ലാഭമായില്ലോ. അങ്ങനെ 2 ID ചോദിച്ചു. അങ്ങനെ നാട്ടിൽ വന്നു, ഇത് കുറച്ച് പറയാന്ന് വിചാരിച്ച രസമായ കാര്യം എന്താ വെച്ചാൽ അന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഷർട്ട് പീസും പാന്റ് പീസും മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും മുണ്ടെടുക്കുക, രക്ഷയില്ല. അപ്പോ ഇദ്ദേഹത്തിന്റെ നാട്ടിൻ പുറത്ത് ചെന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഗോപകുമാർ സാർ വന്നു. മീറ്റിംഗ് തറസില്ല, വീടിന്റെ തറസിലാണ്. അന്ന് ആസ്പെറ്റോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നാട്ടിൻ പുറത്ത് ആൾക്കാരൊക്കെ വിളിച്ചു. അവരൊക്കെ മുണ്ടിട്ടിട്ടാ വന്നത്. സാധാരണ ഗതിയിൽ നമ്മളെന്താ വിചാരിക്കുക, ഈ മുണ്ടിട്ട ആൾക്കാരൊക്കെ എങ്ങനെയാണ് പാന്റ് ഇടിപ്പിക്കാൻ വിചാരിക്കുക, നടക്കണ കാര്യമാണ്. അദ്ദേഹം എന്താ വിചാരിച്ചെന്ന് അറിയോ, എല്ലാവരും മുണ്ടിട്ട് വന്നു, സമാധാനം, ഇനിയിപ്പോ ഇവർക്ക് പാന്റ് ഇടിപ്പിക്കാലോ. അങ്ങനെ ആ മീറ്റിംഗ് അവിടെ തുടങ്ങി കുറച്ച് ഉൽപ്പന്നങ്ങൾ വന്നു. ഇദ്ദേഹം പഠിച്ചു, കാണുന്നവരോടൊക്കെ പഠിച്ചു. പക്ഷെ മൊബിലിറ്റി ഒരു ഫാക്ടർ ആയിരുന്നു. കാരണം ദൂര സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂസാർ വരുന്നത്. മൂസാർ വരുമ്പോ രാജൻ സാർ NIP അധ്യാപകനാണ്, അത്യാവശ്യം നന്നായി സംസാരിക്കും, ആൾക്കാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തു, എന്റെ കാറിൽ കയറി എവിടെ കൊണ്ടാക്കണം വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ മൊബിലിറ്റിയും ഇദ്ദേഹത്തിന്റെ പഠിത്തവും കൂട്ടി വന്ന് പതുക്കെ 2 പേരും ഉയർന്നു. അതിനൊപ്പം ആദ്യമായിട്ട് കേരളത്തിലേക്ക് RCMന്റെ ഒരു ഷോപ്പ് കൊണ്ടുവരുന്ന ഒരു നിർബന്ധം ഹേമന്ത് സാറ് പറഞ്ഞു. അങ്ങനെ അങ്കമാലിയിൽ നമ്മളൊരു ഷോപ്പ്, നമ്മുടെ സ്വിസ്സാറിന്റെ ഷോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സെൻട്രൽ കേരളയിൽ വരുമ്പോൾ അങ്കമാലിയിൽ ഒരു ഷോപ്പാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആകെ ഒരു പ്രശ്നം എന്താ, വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. ആകെ ഷർട്ട് പീസും പാന്റ് പീസും ഉണ്ട്, പിന്നെ തവിടെണ്ണയുടെ കുറച്ച് ഡബ്ബകളുണ്ട്. ഉള്ളത് വെച്ചിട്ട് തുടങ്ങാന്ന് വെച്ച് തുടങ്ങി തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വരെ പോയി ഈ കടയിൽ ഇരിക്കുന്ന ഒരാൾ വേണം. അമ്മ പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. കാരണം അമ്മ എന്ന ഹൗസ് വൈഫായിരുന്നു, വേറെ ബുദ്ധിമുട്ടുകളൊന്നും, പച്ചമ്മന്റെ കാര്യങ്ങൾ നോക്കിക്കോളും. അമ്മ പറഞ്ഞു പോവാം. അങ്ങനെ 8 മാസം വരെ ആ കടയിലേക്ക് പോയി. എല്ലാ ദിവസവും പോവും, ആരെങ്കിലൊക്കെ വരുന്ന വെച്ചിട്ട് ആരും വരില്ല. അങ്ങനെ 8 മാസം കൊണ്ട് 3 തവണ വിറ്റു. എത്ര? 3 തവണ. അന്നത്തെ കാലത്ത് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു, മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ 8 മാസം കഴിഞ്ഞപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാർ വരുന്ന ഉറപ്പായപ്പോ മാഡം തിരിച്ചു പോന്ന് സ്വന്തം നാട്ടിൽ ഒരു കട തുടങ്ങാൻ വിചാരിച്ചു. കാരണം നമ്മുടെ ആൾക്കാരല്ല, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ സ്വന്തം നാട്ടിൽ ഒരു കട തുടങ്ങി. അതിന്റെ പേരാണ് സ്വരാജ് RCM ഷോപ്പ്. ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അമ്മ തന്നെ ഇരുന്നു. ആദ്യത്തെ ഒരു 6 മാസം ഇതേപോലെ തന്നെ ഒരു പെട്ടി തവണ മാത്രമേ ചെയ്തുള്ളൂ. സന്തോഷം. നമ്മൾ വിചാരിച്ചു നമ്മുടെ ആൾക്കാരൊക്കെ വരുന്ന, ആരും വന്നില്ല. പക്ഷെ പുറമേ നിന്നൊക്കെ ആൾക്കാർ വന്നു, വേറെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. പതുക്കെ കടയ്ക്ക് പേര് വന്നു തുടങ്ങി, ആൾക്കാർ വന്നു തുടങ്ങി, പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂടി തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ 14 കൊല്ലമായിട്ട് വളരെ ശക്തമായിട്ട് ഒരു സാധാരണ വീട്ടമ്മ ബിൽഡ് ചെയ്തെന്ന് കേരള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു 5 ഷോപ്പുകളിൽ ഒരു ഷോപ്പാണ് സ്വരാജ് RCM ഷോപ്പ് പഠിക്കുന്നത്. മനസ്സിലാവുന്നത്? ആ വീട്ടമ്മ ഇന്ന് അനേകം പേർക്ക് RCMനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുന്നു. അവരുടെ പേരാണ് സ്റ്റാർ എമറാൾഡ് പ്രിയ കെ രാജൻ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന വ്യക്തിയുടെ ബിനാമി മാത്രമാണ്. അതാണ് മോഹൻലാൽ, ഇതാണ് ആന്റണി പെരുമ്പാവൂർ. മനസ്സിലായി? നടത്തിപ്പുകാരൻ മാത്രമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മൊത്തം ഉടമസ്ഥയാണ് ആയിരിക്കുന്നത് ഒരു വീട്ടമ്മ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എയർഫോഴ്സ് ജീവനത്തില് ഭർത്താവിന്റെ ഒപ്പം ഒരു പങ്കാളിയായി പല സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നെ നോക്കി വളർത്തി വലുതാക്കിയതിനൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു സ്പേസ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. RCMലൂടെ ആഗ്രഹം പൂവണിച്ചു. ഇന്ന് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു. അനേകം സ്ഥലങ്ങളിൽ RCMനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുന്നു. പല വേദികളിൽ പോയി കഴിഞ്ഞാലും അംഗീകാരങ്ങൾ കിട്ടുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പേഴ്സണൽ സ്പേസ്. ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ അമ്മമാർക്ക് ഇല്ലാത്തത് ഈ പേഴ്സണൽ സ്പേസാണ്. അവരെ സംബന്ധിച്ച് അവര് 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ RCM. കാരണം ഈ 3 അക്ഷരങ്ങൾ ചേർന്നപ്പോ ആളുടെ ലൈഫ് മാറി, ലൈഫ് സ്റ്റൈൽ മാറി, ചിന്താഗതികൾ മാറി. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പവർഫുൾ ലേഡി ആയിട്ട് മാഡത്തിന് മാറാൻ സാധിച്ചു. മനസ്സിലാവുണ്ടോ? അതാണ് ട്രാൻസ്ഫോർമേഷൻ. സോ എന്റർപ്രണർ സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിലുള്ള എന്റർപ്രണർ സ്പിരിറ്റിനെ വളർത്തിയെടുക്കാൻ ഇത് സാധിക്കും. ടൈം വിത്ത് ഫാമിലി. നമ്മളൊരു ജോലിക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ജോലിക്ക് പോകുന്നുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ശരിയാണോ അല്ലേ? ആ കുടുംബത്തിന്റെ ഒപ്പം നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? പറ്റാറുണ്ടോ?
ഇല്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഒരു അടി ഉണ്ടാവും, നമ്മൾ പറയും ഇതൊക്കെ ചെയ്യണത് നിനക്ക് വേണ്ടിയിട്ടാ, ഇതൊക്കെ ചെയ്യണത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ആ കുട്ടികളുടെ ഒപ്പോ അല്ലെങ്കിൽ ആ എന്താ പറയുക വൈഫിന്റെ ഒപ്പോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഇരിക്കാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തോളം കാലം നമ്മൾ ആ ജോലി ചെയ്തിട്ട് എന്താ കാര്യം? ഇവിടെ ടൈമുണ്ട്. നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഇതെന്റെ എൻഹാൻസ്ഡ് ഫാമിലി, അതായത് ഈ അടുത്ത് കല്യാണം കഴിച്ചതാ വൈഫാണ്, ഡോക്ടറാണ്, ഹോമിയോപ്പതി ഡോക്ടറാണ്. ആൻഡ് അവരുടെ അച്ഛനും അമ്മയും ബിനുസാറും സിസ്ലിമാണ്. അവർ ആർസിമാണ്. ആർസിം എന്ത് തരും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഭാര്യ തരും, അമ്മായി അച്ഛനെ തരും, അമ്മായിയമ്മയെ തരും. മനസ്സിലാണോ? എല്ലാം തരും, എല്ലാം തരും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് പറയാൻ ഏറ്റവും യോഗ്യനായ ആള് ഞാൻ. ആകാശൻ തയ്ച്ചു വെച്ച ഒരു ഷർവാണി തരും, തരും, ആർസിം തരും. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഡോക്ടറെ കിട്ടുന്നു. കാരണം നമ്മളെന്താ കാണുന്നത്, നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന് കാണും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അച്ഛൻ മകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വരനെയാണ് കണ്ടുമുട്ടുക, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് തന്നെ കിട്ടിപ്പിക്കുള്ളൂ, ശരിയല്ലേ? എന്തുകൊണ്ട് ഈ ഡോക്ടറിനെ എനിക്ക് കെട്ടിച്ചെന്നു? ബിക്കോസ് ആർസിഎമ്മിന്റെ പവർ അദ്ദേഹത്തിന് അറിയാം. അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, ആൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ കൈ എനിക്ക് ഭദ്രമായിട്ട് ഏൽപ്പിച്ചത്, അല്ലെ? ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഒരു 4 കൊല്ലം മുന്നേ കടന്നു വരുമ്പോ ഞാൻ തമാശക്ക് പറയാറുണ്ട് ആർസിഎമ്മിൽ മാട്രിമോണി വരുന്നു. അങ്ങനെ ആർസിഎമ്മിൽ ആ മാട്രിമോണി കൊണ്ടുവന്ന സ്ഥാപകം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി കൈയടിക്കാം. ഓക്കെ, അപ്പൊ ടൈം വിത്ത് ഫാമിലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്. ഇതല്ലാതെ വേറെ ഒന്നും കാര്യമില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാമിലി ടൈം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതൊന്ന് ആർസിഎം ബിസിനസ്സിന് തരാൻ സാധിക്കും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. ഇതിനുള്ള മണി ഫ്രീഡം നമുക്കുണ്ട്, ടൈം ഫ്രീഡം ഒന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ റോൾ മോഡൽ, ഇന്ന് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കാരണമായത് വേറെ ഒന്നുമല്ല, ഞാൻ എന്റെ അച്ഛനെ റോൾ മോഡലാക്കി. ബിക്കോസ് അച്ഛൻ സാധാരണക്കാരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്തു. NIFയിലുള്ള 16 പേരോടും രാജൻ സാറ് ഈ ആർസിഎമ്മിനെ പറ്റി പറഞ്ഞു. പക്ഷെ ആരും ഉൾക്കൊണ്ടില്ല. അതിൽ 8 പേരിന്ന് ഭൂമിയിലേ ഇല്ല. ബാക്കിയുള്ളവര് വിദേശത്തേക്ക് പോയി വേറെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാജൻ സാർ എന്താ ചെല്ലുന്നു, മീറ്റിംഗ് എടുക്കുന്നു, വീട്ടിലേക്ക് വരുന്നു, ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു. മാസാവസാനം ആകുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ സന്തോഷമുള്ള ചെയ്തു. ഒരു ടെൻഷനില്ല, ഒരു കാര്യമില്ല. കംപ്ലീറ്റ് ടൈം ഫ്രീഡം, കംപ്ലീറ്റ് മണി ഫ്രീഡം. സോ അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ഇന്ന് എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി രക്ഷിതാക്കളെ സംബന്ധിച്ച് ലെഗസി. നമ്മൾ ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതിലല്ല, നമ്മൾ ഇപ്പൊ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഇമ്പാക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിനെയാണ് ലെഗസി എന്ന് പറയാം. ഞാൻ ഇന്ന് ഇവിടെ ഇല്ലെങ്കിലും നാളെ എന്റെ കുടുംബത്തിന് എന്ത് കിട്ടും, കുടുംബത്തിന്റെ വളർച്ച എങ്ങനെയാവും, അവരെങ്ങനെ വളർന്നു പോകും, ഇത് ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷെ ആർസിഎം നമുക്ക് ആ ലെഗസി തരുന്നുണ്ട്. ബിക്കോസ് ലെഗസി ഇസ് നോട്ട് വാട്ട്സ് ലെഫ്റ്റ് ടുമോറോ വെൻ യു ആർ ഗോൺ. നമ്മൾ നാളെ ഇവിടെ ഉണ്ടാവില്ലെങ്കിൽ എന്ത് ബാക്കി ഉണ്ടാവുന്നതല്ല, പകരം ഇറ്റ്സ് വാട്ട് യു ഗിവ്, ക്രിയേറ്റ്, ഇമ്പാക്ട് ആൻഡ് കോൺട്രിബ്യൂട്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നോ, ക്രിയേറ്റ് ചെയ്യുന്നോ, അതിന്റെ ഇമ്പാക്ട് എത്ര കാലം നിലനിൽക്കുമോ, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആൾക്കാർ ഉണ്ടാവുമോ, അതാണ് ചോദ്യം. അത് ആർസിഎമ്മിലൂടെ സാധിക്കുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. മനസ്സിലാവുണ്ടോ? നേരത്തെ അബിൽ സാറ് പറഞ്ഞു എമറാൾഡ് പിന്നാവുമ്പോൾ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറി വന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് നോമിനേഷൻ വാങ്ങുമ്പോൾ, ഈ പിന്നെ ഞാൻ ഏറ്റെടുക്കാൻ റെഡി ആവുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് വന്ന ആദ്യത്തെ മാസത്തിലെ വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മേലെ. നിങ്ങൾ ആലോചിക്കണം, നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ 500 രൂപ തൊട്ട് ഒരു 10,000 രൂപ വരെ സ്റ്റാർട്ടിംഗ് സാലറിയുള്ള ജോലികളുണ്ട്. അവിടുന്ന് തുടങ്ങി എത്ര കൊല്ലം ഇരുന്നിട്ടാണ് നമുക്കൊരു 1 ലക്ഷം രൂപ സ്വപ്നം കാണാൻ പറ്റുക. ഇവിടെ എന്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ ആർസിഎം ബിസിനസ്സിലേക്ക് വന്നു. ആ ഐഡി ഇങ്ങോട്ട് എടുക്കുമ്പോൾ എനിക്ക് 1 ലക്ഷമാണ് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം. ലെഗസി. അവര് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അവരെനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു. ഒരു ഗവൺമെന്റ് ജോലിയിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് റിട്ടയർ ആയി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വൈഫിന് കൊടുക്കാനോ വിചാരിച്ചാൽ അതിന്റെ നേരെ പകുതിയായിട്ട് മാറും. കുട്ടികൾക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, വൈഫോട് കൂടിയിട്ട് അത് നിൽക്കും. ഒരു ബിസിനസ് ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ, ഞാനൊരു ബിസിനസ് വളർത്തി എന്റെ മകനെ ഏൽപ്പിക്കണമെങ്കിൽ മകന് സ്കില്ല് വേണം, കഴിവ് വേണം, അറിവ് വേണം, അല്ലെങ്കിൽ ബിസിനസ് നിലംപരിശാവും. പക്ഷേ എന്റെ അച്ഛൻ എനിക്ക് ഈ ബിസിനസ് ഏൽപ്പിക്കുമ്പോൾ ഞാനൊരു വ്യക്തി മാത്രമല്ല അവിടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ അറിവും കഴിവും അവിടെ ഉണ്ട്. പക്ഷെ ഒരു കൂട്ടം ആൾക്കാരുടെ അറിവും കഴിവും കൂടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ലെഗസിയാണ് കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റേണ്ടത്. ആ ലെഗസിയാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റേണ്ടത്. അതൊന്ന് തരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. കാരണം അത് വെറും കാശിന്റെ മാത്രമല്ല, ആരോഗ്യപരമായിട്ടുള്ള ലെഗസി,
മെന്റലി നിങ്ങൾക്ക് പവർ തരുന്ന ലെഗസി, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്ന ലെഗസി, നിങ്ങൾക്ക് ടൈം ഫ്രീഡം തരുന്ന ലെഗസി. ഈ 4 ലെഗസികളും നിങ്ങൾക്ക് ആർട്സ് ആൻഡ് ബിസിനസ്സിൽ കിട്ടാൻ സാധിക്കും. അതിനുള്ള തെളിവാണ് ഞാൻ. കാരണം ഞാനത് ഏറ്റെടുത്തു. ഇന്ന് സ്റ്റാർ എമറാൾഡ് എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്റെ വരുമാനം 1,75,000 രൂപ. വീട്ടില് രാജൻ സാർ സ്റ്റാർ എമറാൾഡ് പൊസിഷനാണ്, 1,75,000 രൂപ അദ്ദേഹത്തിന്റെ വരുമാനം. 2 ആർട്സിന്റെ ഷോപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. 90,000 മേലെ എങ്ങനെ പോയാലും വരുമാനം കിട്ടുന്ന 2 ഷോപ്പുകളുണ്ട്. മൊത്തം ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ ഒരു മാസത്തെ. മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന്, ഏറ്റവും ബേസിക് ലെവൽ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തതിനു ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇനി എന്റെ ഒരു തലമുറ വരും. ആ തലമുറയാകുമ്പോൾ ഇതിന്റെ ഡബിൾ ഫോൾഡ് ആയിട്ട് അത് മാറും. ഈ വിഷൻ നമുക്ക് കാണാൻ സാധിക്കണം. നമ്മൾ ഇവിടുന്ന് ഭൂമി വിട്ടു പോകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചതാ ഈ EMI ഒക്കെ ഒന്ന് അടച്ചിട്ട് പോയാൽ മതി കേട്ടാ. ഈ ലോണ് കുറച്ചുണ്ട്. അച്ഛന് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് ഇന്ന സ്ഥലത്തേക്ക് പോയി, ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, ഇത് എടുത്തോളൂ. ഇതൊക്കെ പറഞ്ഞ് പോകുന്നതാണോ നല്ലത്? അതോ നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകാനോ നല്ലത്? ഒരു ടെൻഷനില്ല, ഫ്രീ ആണ്, ധൈര്യമായിട്ട് പോകും, ഒരു കുഴപ്പമില്ല. കുട്ടികൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്, ടോപ്പ് ക്ലാസ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ലോട്ടറി എടുക്കാം. കാര്യം ഉണ്ടാവോ? 50 ലക്ഷം അടിച്ചു തന്നെ വിചാരിച്ചോ, 40 ലക്ഷം കടം തീർക്കാണ്ടോ, അത് പോയി. പിന്നെ ബാക്കി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞൊരു 10 പേര് വരും, അവർക്ക് കൊടുത്തതിന് അവിടെയുള്ള ബന്ധവും പോകും. അപ്പൊ കുറച്ച് അവിടെയും പോയി, ബാക്കി എന്തുണ്ട്? വീണ്ടും 0 തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ടാക്സ് വേറെ, ലോട്ടറി അടിച്ചതും പോരാ, വീണ്ടും ഗവൺമെന്റിന് കാരണത്തിൽ അടിക്കും, ടാക്സും പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് മേഖലയിലാണെന്ന് ശോഭിക്കാൻ പറ്റുക? ട്രഡീഷണൽ മാർക്കറ്റ് എടുത്തോളൂ, നിങ്ങൾക്കൊരു തട്ടുകട തുടങ്ങണമെങ്കിൽ മിനിമം 3 ലക്ഷം വേണം. അതിലെ മൂലധനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷെ കോമ്പറ്റീഷൻ ഇപ്പോഴും കൂടുതലാണ്. ഇന്നിവിടെ ഒരു തട്ടുകട വന്നാൽ നാളെ വേറെ 4 തട്ടുകടകൾ വരും. ഇന്നിവിടെ ഒരു ഹോട്ടൽ വന്നാൽ 4 ഹോട്ടൽ വരും. ഇന്നൊരു മെഡിക്കൽ സ്റ്റോർ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 4 മെഡിക്കൽ സ്റ്റോർ ഇവിടെ വരും. നിങ്ങളൊരു ബേക്കറി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ജംഗ്ഷനും മെഡിക്കൽ സ്റ്റോറും ബേക്കറി. എന്ത് ചെയ്താൽ അന്ന് രക്ഷപ്പെടും? എന്റർപ്രണർ സ്കിൽ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ എവിടെയെങ്കിലും പിച്ചും ചെയ്ത് നിങ്ങൾക്ക് ഇതാവാം. പക്ഷെ അതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സുഖമുള്ള പരിപാടി ഉണ്ട്, ഷെയർ മാർക്കറ്റ്. ഇട്ടാ പൊട്ടുന്ന ഉറപ്പാണ്. എന്നാലും ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇടും, എന്നിട്ട് അത് പൊട്ടും. അതാണ് ഷെയർ ട്രേഡിങ്. ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിലും ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, സേഫ്റ്റി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, സെക്യൂരിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ജോലിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ട്രഡീഷണൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള എന്റർപ്രൈസ് ഇതാവാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നല്ല ധനികനായിട്ടുള്ള ആരെങ്കിലും നോക്കിയിട്ട് അവരുടെ മോളെയോ അല്ലെങ്കിൽ മോനെയോ നോക്കിയിട്ട് കെട്ടാം. പക്ഷെ അവര് തിരിച്ചു നോക്കും, നമ്മുടെ ആ ലെവൽ ഉണ്ടോന്ന് അവര് നോക്കൂലോ. അപ്പൊ അതും എന്താ നടക്കില്ല. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? വല്ല ഫ്രാഞ്ചൈസി ഏറ്റെടുത്ത് നടത്താം, KFCയോ മെക്ഡോണൾഡ്സോ എന്തെങ്കിലും ഫ്രാഞ്ചൈസി ഏറ്റെടുത്ത് നടത്താം. അതുമാണെങ്കിൽ നല്ലൊരു സ്ഥലം നോക്കണം, നിക്ഷേപിക്കണം, ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിന് റെന്റ് കൊടുക്കണം, വല്ല മോളിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ ആൾക്കാർ വരും, അതും കണ്ടുപിടിക്കണം. നടപടി ആവുന്ന കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു? 0 ഇൻവെസ്റ്റ്മെന്റ്, 0 ടെൻഷൻ, 0 റിസ്ക്, 0 ക്വാളിഫിക്കേഷൻ. ഈ 4 കാര്യങ്ങളും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിനുള്ള ഞാൻ കണ്ടുപിടിച്ച്, ഞാൻ അന്വേഷിച്ച്, ഞാൻ പോയി, ഞാൻ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഞാൻ നോക്കി. അതെല്ലാത്തിൽ നിന്നും എന്തുകൊണ്ട് ആശയം തെരഞ്ഞെടുത്തു വെച്ചാൽ ഈ 4 കാര്യങ്ങൾ അതിലില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് ഏജ് ഒരു ഫാക്ടർ അല്ല, ക്വാളിഫിക്കേഷൻ ഒരു ഫാക്ടർ അല്ല. ചെയ്യാനുള്ള മനസ്സ് തുടക്കത്തിൽ ഉണ്ടാവില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി വന്നോളും. എല്ലാ രീതിയിലും നിങ്ങളെ സഹായിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാൻ പറയുന്നു 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ആർട്സ്. അതിനപ്പുറം പറയാനില്ല, അതിനപ്പുറം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിനപ്പുറം നിൽക്കുന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ അന്വേഷിക്കണം. കാരണം ഇത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഷൂലിനി യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഡിപ്ലോമ കോഴ്സുകൾ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിലുള്ള ഷൂലിനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. 2 കൊല്ലത്തെ കോഴ്സ് എടുത്തിട്ടാണ് ആൾക്കാർ ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ഇതിൽ ഇനിയും സ്കോപ്പുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിൽ പിന്നോക്കം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കഴിവുള്ള ആരെങ്കിലും മുന്നോട്ട് പോകും. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമോ, അന്ന് ചെയ്താൽ മതി, അന്ന് ചെയ്താണെങ്കിൽ ഇന്നലെ കുട്ടികളെങ്കിലും ചെയ്തേന്നുള്ളത്, അല്ലെങ്കിൽ അന്ന് ചെയ്താണെങ്കിൽ ഇന്നെ ഫ്രണ്ട്സെങ്കിലും ചെയ്തേന്നുള്ളത്. ചോയ്സ് നമ്മൾ എടുക്കണം. അങ്ങനെ ഒരു ചോയ്സ് എടുത്തോണ്ടാണ് ഇന്ന് എന്റെ ലൈഫ് സെക്യൂർഡ് ആയത്. അങ്ങനെ ഒരു ചോയ്സ് എടുത്തോണ്ടാണ് ഇന്ന് റിഷാദ് സാറിന്റെ ലൈഫ് സെക്യൂർഡ് ആയത്. അദ്ദേഹത്തിന്റെ അച്ഛനിലൂടെ ഈ ബിസിനസ് അദ്ദേഹം ഏറ്റെടുത്തു, ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് ടെക്നിക്കൽ ലീഡറാണ് അദ്ദേഹം. ഈസ് ഓൾറെഡി സെക്യൂർ. ആളുടെ വൈഫിനും ആളുടെ കുട്ടിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അസറ്റ് അദ്ദേഹം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. സുരാഗ് സാറ്
CNC പ്രോഗ്രാമർ ആയിരുന്നു. വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മേലെ വരുമാനം മേടിക്കുന്ന ഒരു ജോലിയാണ്. പക്ഷെ അദ്ദേഹം വിദേശത്ത് പോകാൻ കൂട്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്ന് ഈ ഒരു ഐഡിയ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ അദ്ദേഹം ഇന്ന് സ്റ്റാർ പേൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുരാഗ്. ഇന്ന് യൂത്ത് ഐക്കൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി. തൊട്ടപ്പുറത്ത് എമറാൾഡ് ബാബു സാറ് ഇദ്ദേഹത്തിന്റെ 2 മക്കളെ ഇദ്ദേഹം ആസിഫിലേക്ക് കൊണ്ടുവന്നു. ഒരാള് ISRO ജോബ് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടേക്ക് വന്നത്. ഒരാൾ ടീച്ചറായിരുന്നു, രമ്യ മാഡം ടീച്ചറായിരുന്നു. ഇന്ന് രമ്യ മാഡം സ്റ്റാർ പേൾ ആണ്, ഇദ്ദേഹം എമറാൾഡ് ആണ്. ഇദ്ദേഹം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫാമിലി ആയിട്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് ബിസിനസ്സാണ്? ഇനി ഇവിടെ അവസാനിക്കുന്നില്ല. ലെഗസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, നേരത്തെ ഇവിടെ റോയൽറ്റി അച്ചീവർ ആയിട്ട് നിന്ന് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ലീഡർ ആകാശ് പുന്നാട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യങ്ങർ ജനറേഷൻ വന്നു കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം അക്ഷയ് കുമാർ, അദ്ദേഹത്തെ പോലെ തന്നെ 19ാമത്തെ വയസ്സിൽ ഈ ബിസിനസ്സിലേക്ക് വന്നു. യങ്ങസ്റ്റ് ടെക്നിക്കൽ അച്ചീവർ. ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. ഡിഗ്രി പോയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് രാജൻ സാറിനോട്, ഞാനിപ്പോ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ RCM ലൈഫിൽ 2 കൊല്ലം എനിക്ക് നഷ്ടപ്പെടും, അതെനിക്ക് ആഗ്രഹമില്ല, ഞാൻ RCM ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിലൂടെ ഇന്ന് ഇദ്ദേഹത്തിന് 22 വയസ്സാവുമ്പോഴേക്കും 75,000-ന് മേലെ വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് ചെറുപ്പക്കാരനാണ് ഇന്ന് ഈ നാട്ടിൽ ഇത് കിട്ടാനുള്ള ഒരു അവസരം ഉള്ളത്? ഇനി ഇവിടെ അവസാനിക്കുന്നില്ല. മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞോളൂ, മരുമക്കളുടെ കാര്യം നിങ്ങൾ കേട്ടോളൂ. ഈ ബിസിനസിന്റെ തുടക്കത്തിൽ ഇതിനെ ഏറ്റെടുത്ത് നടത്തിയ വ്യക്തിയാണ് JP സാറ്, ജയപ്രകാശ്. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടു. അദ്ദേഹം ഒരു ഫാർമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മാനേജർ ആയിരുന്നു. അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ മകന് കൊടുത്ത, നമ്മൾ പറയില്ലേ, സ്ത്രീധനം. ആ സ്ത്രീധനാണ് RCMന്റെ ID. അങ്ങനെ ID കൊടുത്തു. ഇന്ന് രഞ്ജിത് സാർ നിൽക്കുന്ന പൊസിഷൻ റൂബി. ഒരു മാസം മിനിമം 3 ലക്ഷം രൂപയെങ്കിലും പ്രതിമാസം വരുമാനം വരുന്ന ഒരു പൊസിഷൻ. ഒരു അമ്മായിയപ്പൻ മരുമകന് വേണ്ടി കൊടുത്ത് മാറ്റി വെച്ചാൽ നിങ്ങൾ ആലോചിക്കുന്നത്. പല സ്ഥലത്ത് കാറ് കൊടുത്തു കേട്ടിട്ടുണ്ട്, വീട് കൊടുത്തു കേട്ടിട്ടുണ്ട്, സ്വർണം കൊടുത്തു. ഇതൊന്നും കൊടുക്കാൻ നിന്നില്ല. ആൾ ഒറ്റ കാര്യം കൊടുത്തുള്ളൂ, എന്താ? ഈ ID കൊടുത്തു. ഈ ID നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ലൈഫ് ടൈം സെറ്റിൽമെന്റ്, ആ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അദ്ദേഹം സ്വന്തമാക്കി. ഇന്ന് പ്രതിമാസം 3 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വരുന്നുണ്ട്? നമ്മൾ ഇത്രയും ചെയ്യുന്നുണ്ട്. 8 മണി തൊട്ട് 10 മണി വരെ, 12 മണി വരെ, 24 മണിക്കൂർ പണിയെടുത്തിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര വരുന്നത് നമ്മളൊന്ന് ചിന്തിക്കും. 2 നേരം RCMനെ പറ്റി പറയാൻ വേണ്ടി മാത്രം വായ തുറന്ന ആൾക്കാരുടെ പോക്കറ്റിലേക്ക് എത്ര വരുന്നത് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ തീരുന്നില്ല. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, നിങ്ങൾ എങ്ങനത്തെ ലെഗസിയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, ഇവിടുന്ന് പോകുമ്പോ ഇതൊക്കെ ഒന്ന് അടച്ചു തീർത്തോ, കറന്റ് ബില്ല് എല്ലാ മാസവും വരും, ഇത്ര എമൗണ്ട് വരും, വാട്ടർ ബില്ല് ഇത്ര വരും, ഇതൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ധീരുഭായ് അംബാനിനൊക്കെ പോലെ ഒരു ലെഗസി വിടാം. പക്ഷെ ഇങ്ങനെ ഒരു ലെഗസി നിങ്ങൾ പിന്നാലെ വിടണമെങ്കിൽ എന്ത് വേണം? നല്ല ദുട്ട് വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ലെഗസി വിടാം. അച്ഛന്റെ മരണശേഷം ഈ ബിസിനസിനെ ഏറ്റെടുത്ത് നടത്താനായിട്ട് ആദ്യം ആ ബിസിനസിന്റെ ചവിട്ടുപടിയിൽ കാല് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഫസ്റ്റ് ഇൻകം 25 lakhs. രവി ഓഫീസർ. അച്ഛൻ ഈ ബിസിനസിനെ തുടക്കകാലത്തിൽ ഏറ്റെടുത്ത് ചെയ്തു. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഇത് പ്രൊമോട്ട് ചെയ്തു, അത് സംസ്ഥാനമായിട്ട് മാറി. ആ സംസ്ഥാനത്ത് നിന്ന് പതുക്കെ പതുക്കെ ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ഈ ബിസിനസ് വലുതായപ്പോഴും മകൻ ഇതിൽ വരാൻ കൂട്ടാക്കിയില്ല. മകൻ ആട്ടപ്പൊടി വിൽക്കുന്ന ബിസിനസ്സിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം മകൻ അച്ഛന്റെ ശരീരത്തിന് കൊള്ളി വെക്കാൻ വന്ന ആ സമയത്ത് അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന ഒരു ജനസാഗരത്തെ കണ്ട് അദ്ദേഹം ഞെട്ടി. കാരണം ഒരു വ്യക്തി, ഇത്രയും പ്രബലനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാർ വരുന്ന അദ്ദേഹം ഊഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ജനസാഗരം വന്ന് നിന്നു. അദ്ദേഹം വിചാരിച്ചു ഗവൺമെന്റ് ജോലിയിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണെന്നുള്ളത്. പക്ഷെ അല്ല, RCMൽ ഒരു വലിയൊരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ നിലയിലൂടെ അദ്ദേഹം ആ സത്യം തിരിച്ചറിഞ്ഞു. അദ്ദേഹം മരിച്ചു, കുഴപ്പമില്ല, അത് കഴിഞ്ഞു, ഇന്ന് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അടുത്ത മാസം തൊട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എല്ലാ മാസവും മുടങ്ങാതെ 25 ലക്ഷം രൂപ വരും എന്നൊരു സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ ആ നിമിഷം പുറമേയുള്ള ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ന് RCMലേക്ക് വന്നു. അതാണ് സെക്യൂരിറ്റി. നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ അടുത്ത തലമുറയ്ക്ക് എന്ത് കൊടുക്കാനുണ്ടോ എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ മൈൻഡ് സെറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കാരണം നമ്മൾ നാളെ ജീവനോടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ വീട്ടുകാരിന്ന് കിടന്നുറങ്ങുന്നത് സമാധാനമായിട്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിലേക്ക് പോകുന്നു, എല്ലാവരും ഉറങ്ങിയതിനു ശേഷം റൂം ഒന്ന് തുറന്നു നോക്കുക, ഭാര്യയും കുട്ടികളും എത്ര സമാധാനത്തോടെയാണ് കിടക്കുന്നത്. കാരണം എന്താ, നമ്മൾ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്. നാളെ നമ്മളെന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ അവരെ ആര് നോക്കും? അവരെ എങ്ങനെ ഈ ബിസിനസ്
സംരക്ഷിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രവി ഒ പി ശർമ്മയുടെ കഥ. അദ്ദേഹം കഴിഞ്ഞ മാസം എടുത്തൊരു കാറാണ്. സാർ ഇത് ഏതാ കാറ്? ബെൻസ് BMW പുതിയ മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. നിങ്ങൾ ആലോചിച്ചു, ഒരു മാസം 25 ലക്ഷം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും? അത് അന്നത്തെ കഥ. ഇന്ന് അദ്ദേഹം എന്താണ്? സ്റ്റാർ ഡയമണ്ടാ. അദ്ദേഹത്തിന് 50 ലക്ഷമാണ് ഒരു മാസം വരും. 50 ലക്ഷം. നമുക്ക് 5000 തികച്ചു വരുന്നുണ്ടോ? ചിന്തിക്കണം. നമ്മൾ ശരിയായ ട്രാക്കിലാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. കാരണം സമയം അധികം ഇല്ല. നമ്മൾ വിചാരിക്കുന്ന സമയം ഇനിയുണ്ട്, കുറെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ എപ്പോൾ എടുക്കണം എന്നറിയോ? ഇപ്പൊ എടുക്കണം, ഈ നിമിഷം എടുക്കണം. ഈ സെക്യൂരിറ്റി ആണ് നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ സെക്യൂരിറ്റി ആണ് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ ആർസിഎമ്മിന്റെ ഒപ്പമാണോ അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകണോ? കാരണം ലിവ് എ ലെഗസി വർത്ത് ഷെയറിംഗ്. നമ്മളൊരു ലെഗസി കൊടുക്കുമ്പോൾ നമ്മൾ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെഗസി ആണെന്ന് കൂടി ചിന്തിക്കണം. ആ മാറ്റത്തിന് നിങ്ങൾ റെഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലാതെ ഒന്നും നിങ്ങൾ ഈ സാറ്റർഡേ ഒന്നും നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വരില്ല. ശരിയല്ലേ? നിങ്ങളൊരു തീരുമാനം എടുത്തു, ഒരു ഉറച്ച തീരുമാനം എടുത്തു. ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു തീരുമാനം എടുത്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ കുറച്ച് നേരങ്ങൾ ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? ഇല്ലേ? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന തലമുറ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു ചെറിയൊരു വീഡിയോ കൂടി ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളത് മനസ്സിലാക്കണം. ഒരു വ്യക്തി സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ മാസം വന്ന വരുമാനത്തെ പറ്റിയിട്ടാണ്. അത് പ്ലേ ചെയ്യാൻ പറ്റും? ഇപ്പോ नो प्रॉब्लम. और अचानक से पापा की डेथ हो गई. मन टूट सा गया मेरा कि यार फादर के लिए प्राउड फील करवाना था. फादर ही नहीं तो फायदा क्या होगा उसका. तो वो लाइन छोड़ दी मैंने. फिर एक मेरे को ना मेरे फादर की वीडियो मिली जो देख के मैं बहुत रोया कि यार ये वीडियो क्यों नहीं पापा मेरे को दे पाए पहले. क्या आप सुनना चाहेंगे? सुनना चाहेंगे? वही चला गया. शायद मैंने आपको वो ना दिया जो आप चाहते हैं, लेकिन मैंने आपके लिए एक ऐसा पेड़, एक ऐसा धन देने वाला पेड़ लगा दिया है. बेटा अगर तुम लोगों ने उस पेड़ को सिर्फ खाद पानी भी दे दिया ना, माँ कसम सब कहता हूं, हरिद्वार की धरती पर बाबा रामदेव के आश्रम में बैठे. एक बात मैं आपको कह रहा हूं कि अगर तुमने, आप लोगों ने, दोनों ने आरसीएम नामक इस पेड़ को खाद पानी दे दिया ना, समय समय पर इसको खाद पानी देते रहे, इसकी देखभाल करते रहे, तो ये वो देगा. पेड़, ये धन का वो पेड़ वो देगा जहां इज्जत, मान, सम्मान, शौहरत, पैसा कभी कभी दे रही. इस पेड़ को पानी देते रहना, इस पेड़ से प्यार करते रहना. ये वो दे सकता है जो दुनिया में कोई किसी बाप ने अपने बेटे को ना दिया हो. ये वो सिस्टम है जो राकेश और ने अपने बच्चों को दिया है. बस हम लाए हैं तूफान से कश्ती निकाल के इस आसिम को मेरे बच्चों रखना संभाल के रखना. और जब ये वीडियो मैंने देखी ना और सुनी, मेरा काम हो गया यार. मैंने कहा पापा पहले ही आदत है यार, पूरी दुनिया
छोड़ के आरसीएम में लग जाता, पर उन्होंने कभी मेरे को किसी चीज के लिए मना नहीं किया। मैंने कहा पापा मेरे को 10 लाख का कंप्यूटर चाहिए, मैंने ये करना है, ले बेटा ले। पापा 3 लाख का कैमरा लेके आना है, ले बेटा ले। पापा यहाँ जाना है वहां जाना है, कर बेटा। और ये सब कुछ आरसीएम की बदौलत है। मैं तो खुश नसीब था कि मेरे फादर एक ऐसा काम छोड़ के जो आज मैंने पकड़ लिया, और मैं आगे तक मेरे फादर का डायमंड बनने का जो सपना मैं पूरा करूंगा। और मैं आपसे भी यही कहता हूँ कि प्लीज आप अपने बच्चों के लिए ऐसा कुछ करें। ഒരു അച്ഛൻ മരിക്കുന്നേക്കാളും മുന്നേ മകൻ അയച്ചൊരു വോയിസ് മെസ്സേജ് ആണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും കാലത്തിനിടയിൽ വെച്ചിട്ട് ഞാൻ അച്ഛനും നീ മകനുമായിട്ട് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ വെച്ച് വരെ എനിക്ക് നിനക്ക് ഒന്നും തരാൻ സാധിച്ചില്ല. നീ ആഗ്രഹിച്ചൊന്നും തരാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചൊരു സ്വത്തുണ്ട്. അത് ആർസിഎം എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്. നീ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അച്ഛൻ അത് വളർത്തിയിട്ടുണ്ട്, അത് വലുതാക്കിയിട്ടുണ്ട്. സമയാസമയത്തിന് അതിന് വെള്ളം മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. വെള്ളം മാത്രം കൊടുത്താൽ മതി. നീ ഇടയ്ക്കൊന്ന് അത് ഒന്ന് വെള്ളം ഒഴിക്കുക, അതിലൊന്ന് കാണുക, ഒന്ന് തൊട്ടുക, ആൾക്കാരിലേക്ക് അത് എത്തിക്കുക, അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് മരണക്കിടക്കയിൽ വെച്ചിട്ട് മകൻ അവസാനം അയച്ച വോയിസ് മെസ്സേജ് ആണ് അദ്ദേഹം സ്റ്റേജിൽ കേൾപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് അച്ഛനെ എപ്പോഴും പ്രൗഡ് ആക്കണം, അല്ലെങ്കിൽ അച്ഛന് എന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നണമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ വിദേശത്ത് പോയിട്ട് പണിയെടുത്തത്. പക്ഷെ ആ സന്തോഷം എനിക്ക് വിദേശത്ത് പോയിട്ട് പണിയെടുത്തിട്ടും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചില്ല. അന്ന് എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും എന്നോട് ആർസിഎം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം വിട്ട് വന്നേനെ. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടായില്ല. കാരണം ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. 10 ലക്ഷത്തിന്റെ വണ്ടി അല്ലെങ്കിൽ 3 ലക്ഷത്തിന്റെ സൈക്കിൾ എന്ത് ചോദിച്ചാലും അച്ഛൻ വാങ്ങി തന്നു. പക്ഷെ ഇത് എവിടുന്ന് വരുന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നെങ്കിൽ ഇന്ന് അച്ഛൻ കുറച്ചു കൂടുതൽ നാളെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടായേനെ. മനസ്സിലാവുണ്ടോ? ദാറ്റ് ഈസ് ലെഗസി. ഈ ലെഗസി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. മരണക്കിടക്കയിൽ വെച്ച് ഒരാൾക്ക് പറയണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ആൾക്ക് എത്ര വിശ്വാസം തോന്നും? ആ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളണം. എന്തുകൊണ്ടാണ് ഇതിന് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇത് ഒരു ഫേക്കോ അല്ലെങ്കിൽ ഒന്നുമല്ല. അദ്ദേഹം സ്റ്റേജിൽ വന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ലാസ്റ്റ് മൊഴികളാണ് ആൾക്കാരെ കേൾപ്പിച്ചത്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛന്റെ ആഗ്രഹം ഡയമണ്ടിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ എത്തിക്കും എന്നൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ആ മീറ്റിംഗ് അദ്ദേഹം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഇതിനെ എത്ര സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളത്, കാരണം ഇതിന് നിങ്ങൾക്ക് ഭാഷ മനസ്സിലാവേണ്ട ആവശ്യമില്ല. സൗണ്ട് വേരിയേഷൻ, സൗണ്ടിലുള്ള മോഡുലേഷൻ കേട്ടാൽ തന്നെ അറിയാം എന്താ സംഭവിക്കുന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഈ ബിസിനസ് വെറും വരുമാനം ഉണ്ടാക്കുന്നതോ കാശുണ്ടാക്കുന്നതോ ഒരുപാട് കൈയടിക്കുന്നതോ അല്ലെങ്കിൽ ഷൗട്ട് ഔട്ട് ചെയ്യുന്ന ബിസിനസ് ഒന്നുമല്ല. ഇതിനെല്ലാത്തിനും ഉപരി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നേ വരെ കിട്ടാത്ത ഒരു സന്തോഷവും ഒരു അഭിവൃദ്ധിയും ഒരു മനസമാധാനവും ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. കാരണം ഇപ്പോൾ നിങ്ങളിത് കണ്ട് നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയമുണ്ടെന്നുള്ളതാണ്. ഒരു ഓപ്പൺ ഹാർട്ടുള്ള ഒരാൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്? തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഈ കുറച്ച് സമയം എന്നെ ഇത്ര ക്ഷമയോട് കൂടിയിട്ടും ഇത്ര സ്നേഹത്തോട് കൂടിയിട്ടും ഇത്ര വാത്സല്യത്തോട് കൂടിയിട്ടും കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു അറിയിപ്പും കൂടി ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു 25 ലക്ഷം മേടിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹം 50 ലക്ഷം വാങ്ങുന്ന ഒരു വ്യക്തിയിലേക്ക് മാറിയെങ്കിൽ 25 ലക്ഷം ഇപ്പൊ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് കേരളത്തിലേക്കല്ല സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ശ്രീ ഡോക്ടർ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറ് നമ്മുടെ കൂടെ ഈ വരുന്ന 28-ാം തീയതി രാജഗിരി ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ ഉറപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യമാവും. കാരണം കാണാത്തത് അതിമനോഹരമൊക്കെ തന്നെയാണ്, പക്ഷെ കണ്ടതിൽ നമുക്കൊരു വിശ്വാസം വരും. ആ വിശ്വാസമാണ് ആർസിഎം എന്നുള്ള ബിസിനസ്. ആർസിഎം ബിസിനസ്സിൽ നിങ്ങൾ എല്ലാവർക്കും വലിയ ഭാവി ഉണ്ടാവട്ടെ, എല്ലാവരും വലിയ ലീഡേഴ്സ് ആയിട്ട് മാറട്ടെ, എല്ലാത്തിനും ഉപരി നല്ലൊരു മനുഷ്യരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം, ജയ്.